Hi, good evening, ladies and gentlemen, leaders and coaches, and welcome to the Recharge Malayalam version. So welcome all, and just please go to the chat and let me know where are you from right now. Please use the chat so I can know where you are from, because I can't see all of you. Good evening, Sensei. Good evening to you. How are you, Sensei? Good, I'm fine. Thank you very much, Andrea. Thanks for asking. Okay, Sensei. Sensei, really, I needed your book's copy. From where shall I get it? You'll get that from Amazon, or you can get that from notionpress.com. If you just go and check Notion Press, you will get from there. You just have to go there. You just have to enter my name, and then you will get the list of all the books that I have published. Published around about 7 books. Okay, sir. So you can just buy any one of them, right? Hi, Sensei. Good evening. How are you doing? I'm doing good. What about you, Hannah? I'm doing awesome. Good, excellent, excellent. So today is the Malayalam version. So let's talk in Malayalam. Let's speak in Malayalam today. Right. So നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് മിക്കവാറും ഇത് നമ്മുടെ ലാസ്റ്റ് പ്രോഗ്രാം ആയിരിക്കും. സൂമില് അടുത്ത ആഴ്ച മുതൽ നമ്മൾ ക്ലബ് ഹൗസിലേക്ക് മാറാൻ പോകുന്നത്. അതൊരു ടെസ്റ്റ് റണ്ണ് പോലെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം വ്യാഴാഴ്ച, നെക്സ്റ്റ് വ്യാഴാഴ്ച ഇംഗ്ലീഷിലായിരിക്കും, അതിനുശേഷം സാറ്റർഡേ അത് മലയാളത്തിലായിരിക്കും. ഒരു ടെസ്റ്റ് റൺ എന്ന രീതിയിലായിരിക്കും നമ്മൾ ചെയ്യല്. സാധാരണ ക്ലബ് ഹൗസിൽ ഞാൻ കണ്ടു വന്നിട്ടുള്ളത് സ്പീക്കേഴ്സ്, ഒരു സ്പീക്കർ വന്ന് കുറെ നേരം സംസാരിക്കണം. പക്ഷെ ഇതൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആയ കാരണം അത് നമ്മൾ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവും. ഹൗഎവർ അതൊരു പുതിയ പ്ലാറ്റ്ഫോമാണ്, പുതിയ ചാലഞ്ച് ആണ്. അത് നമുക്ക് ടെസ്റ്റ് ചെയ്തേ മതിയാവും. സോ ഡെഫിനറ്റ്ലി വിൽ ബി മൂവിങ് ഓൺ ടു ക്ലബ് ഹൗസ് നെക്സ്റ്റ് തേഴ്സ്ഡേ. ആൻഡ് അടുത്ത സാറ്റർഡേ നടക്കാൻ പോകുന്ന മലയാളം വേർഷന് അത് ക്ലബ് ഹൗസിലായിരിക്കും. അത് ഒന്ന് ആദ്യം പറയട്ടെ. സോ നമ്മൾ ഇതറിയാം, ഇവിടെ ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ. ഈ വരുന്ന 90 മിനിറ്റ്സ് നിങ്ങളുടെ ടൈമാണ്. നിങ്ങൾക്ക് എന്ത് ചോദ്യങ്ങൾ ചോദിക്കാം. അത് ലീഡർഷിപ്പിനാവാം, നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്ത്, പേഴ്സണൽ ഡെവലപ്മെന്റ്, പേഴ്സണൽ മാസ്റ്ററി, ബിസിനസ്, whatever it is, you can ask me questions and I will be more than happy to address your questions today in Malayalam. Today is completely purely Malayalam. So please go ahead and you can ask me your questions. 9 മണി വരെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ഒരു 90 മിനിറ്റ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. Let's go. Yes, I'm waiting for your call. You can call me. Anyone can call me, pick up the call and just ask me the question. സാർ ക്വസ്റ്റ്യൻ തുടങ്ങണമെങ്കിൽ സലീമ ആന്റി വനക്ക്. സലീമ മിസ് ആണ് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കാറ്. സലീമ ആന്റി ഇപ്പൊ വരും. Okay, anyone, if you have any questions, please go ahead. അല്ലാതെ ഒരു കാര്യമില്ല കേട്ടോ. 90 മിനിറ്റ്സ് നിങ്ങൾ വെറുതെ ഇരിക്കുള്ളൂ. കാരണം എനിക്കൊന്നുമില്ല, പഠിപ്പിക്കാനൊന്നുമില്ല ഇവിടെ. ഹലോ സാർ, എന്നെ കേൾക്കാമോ? പ്ലീസ്, യെസ് പ്ലീസ്. എന്താ പേര്, എന്തായിരുന്നു, എവിടുന്നാ വിളിക്കുന്നത്? എന്റെ പേര് പ്രൈസി എന്നാണ്. ഞാൻ ഇപ്പോ കോട്ടയത്ത് നിന്നാണ് ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. കോട്ടയത്താണ് എന്റെ താമസവും വീടെല്ലാം. ഞാനിതിൽ ജോയിൻ ചെയ്യാൻ അനീഷ് സാർ വഴിയാണ് എനിക്ക് ഒരു കോണ്ടാക്ട് കിട്ടിയത്, ഈ ഒരു ലിങ്ക് എനിക്ക് കിട്ടിയത്. അപ്പോ സാറിന്റെ ഒരു ട്രെയിനിങ് ഒക്കെ ഞാൻ ഇന്നലെ അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പൊ എനിക്കൊരു ഡൗട്ട് ഉള്ളതെന്ന് വെച്ചാൽ, സാർ ഞാൻ ഇപ്പൊ MSW തീർന്നു നിൽക്കുകയാണ്. അപ്പോ എനിക്കൊരു ട്രെയിനറായി നിൽക്കണം, മുന്നോട്ട് പോകണം എന്നൊരു അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് നേരത്തോട്ടേ ഉണ്ടായിരുന്നു, ബിക്കം എ ട്രെയിനർ. അപ്പം അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊരു ക്ലാരിറ്റി ശരിക്കും പറഞ്ഞാല് നമുക്ക് ഈ ഒരു സമയത്ത് ഓൺലൈൻ പഠിത്തങ്ങളും കാര്യങ്ങളുമായിട്ട് പോയിട്ട് എങ്ങനെയാണ് എന്നുള്ള ഒരു പ്രോപ്പർ ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നില്ല. സോ സാർ അതിനെ പറ്റി ഒരു എന്തെങ്കിലും ഹൗ ഐ ക്യാൻ ബിക്കം എ ബെസ്റ്റ് ട്രെയിനർ എന്നുള്ള രീതി സാർ അതൊന്ന് പറഞ്ഞു തരുമെങ്കിൽ എനിക്കതൊരു ഉപകാരം ആയതിനെ. തീർച്ചയായും പ്രസീന, എങ്ങനെ നിങ്ങൾ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാ? എക്സാക്ട്ലി കേട്ടില്ല. How do you pronounce your name? Tracy. Okay, Tracy. Thank you very much, Tracy. Tracy, very good. നിങ്ങൾ ഏതാ സബ്ജക്ട്, ഏതാ ടോപ്പിക്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടോപ്പിക് ഏതായിരുന്നു? ആസ് എ ട്രെയിനർ, ആസ് എ ഫെസിലിറ്റേറ്റർ, ഏതാണ് നിങ്ങളുടെ ടോപ്പിക്? ഏതാണ് നിങ്ങൾ? എനിക്ക് നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂൾ അല്ലെങ്കിൽ +1 +2 കാറ്റഗറി കുട്ടികളും അതുപോലെ ഡിഗ്രി സ്റ്റുഡൻസ് ഇവർക്കിടയിൽ വർക്ക് ചെയ്യാനായിട്ടാണ് കൂടുതലും. ഓക്കെ. അപ്പൊ നിങ്ങൾ സ്റ്റുഡൻസിനെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്? നിങ്ങളുടെ ക്ലയൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഓഡിയൻസ് സ്റ്റുഡൻസ് ആണ്, റൈറ്റ്? യെസ്.
ഓക്കെ. ഈ സ്റ്റുഡൻസും നിങ്ങൾ കോളേജ് സ്റ്റുഡൻസ്, യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ്, അതായത് സ്കൂൾ സ്റ്റുഡൻസ് പറയുമ്പോൾ നിങ്ങൾ അത് സ്കൂളിന് വേണ്ടിയിട്ടാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? പേഴ്സണൽ ആയിട്ട് തന്നെ ചെയ്യാനായിട്ട്. ഓക്കെ. അത് ഫ്രീ ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അത് പ്രൊഫഷണൽ ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പ്രൊഫഷണൽ ആയിട്ട് തന്നെ കീപ്പ് ചെയ്യാനായിട്ടാണ്. ഓക്കെ. അത് സ്റ്റുഡൻസ് എന്തുകൊണ്ട് അഡൾട്ട്സിനെ അല്ലെങ്കിൽ അതിനേക്കാളും മുതിർന്നവർ എന്താ അത് കാരണം? ഈ ഒരു സെഗ്മെന്റ് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? ഈ ഒരു സെഗ്മെന്റ് സെലക്ട് ചെയ്യാൻ ഒരു കാരണം കണ്ടത് മീൻസ് ഞാൻ തിരഞ്ഞെടുക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈമിൽ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ, അവർ എങ്ങനെ പോകണം, മുന്നോട്ട് പോകണം എന്നൊരു ഗൈഡൻസ് ഇല്ലാതെ പോകുന്ന ഒത്തിരി കുട്ടികളെ പേഴ്സണലായിട്ടും അല്ലാതെയും അറിയാനായിട്ട് ഒത്തിരി പേര് ഷെയർ ചെയ്തതിലൂടെയൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോ നമ്മള് പഠിച്ചു വന്ന ആ ഒരു ഫ്രീഡം, അല്ലെങ്കിൽ എന്താണ് ശരിക്കും ലോകം എന്നുള്ളതും അവരുടെ ജീവിതം എങ്ങനെയാണ് പോകേണ്ടത് ഒരു ഗൈഡിങ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് വിൽ ബി ബെറ്റർ എന്ന് എനിക്ക് തോന്നി. കാരണം ഈ ഒരു കോവിഡ് ടൈമിൽ അവര് ഒതുങ്ങി പോകുന്നു ഒത്തിരി. നമ്മുടെ വരുന്ന തലമുറയാണ്. സോ അവരെ കൈവിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ there is no development. Absolutely. അപ്പൊ നിങ്ങൾ ഗൈഡൻസ് അതേപോലെ ക്ലാരിറ്റി കൊടുക്കാനോ ഉദ്ദേശിക്കുമ്പോൾ റൈറ്റ്? അവർക്ക് ജീവിതത്തിനെ കുറിച്ചുള്ള ക്ലാരിറ്റി ആണോ, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് സബ്ജക്റ്റിനെ കുറിച്ചുള്ള ക്ലാരിറ്റി ആണോ? നോട്ട് ഓൺലി സ്പെസിഫിക് സബ്ജക്ട്, അവരുടെ ജീവിതത്തിനാണെങ്കിലും ഏത് രീതിയിലും അവർക്ക് മുന്നോട്ട് പോകാനായിട്ട്. ഓക്കെ. അപ്പോൾ ഇപ്പൊ ജീവിതത്തിൽ നമ്മൾ പല സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. നമ്പർ 1 could be financial, it could be relationship, it could be health, it could be business, it could be education, it could be career. ഏതിലാണ് നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്? ഞാൻ സ്പെഷ്യലൈസ് ഇപ്പം റീസെന്റ് ഞാൻ MSW തീർന്നിട്ടേ ഉള്ളൂ. സോ മെഡിക്കൽ ആൻഡ് സൈക്കാട്രി എന്നൊരു ഇതിലാണ് നിന്നിരുന്നത്. അപ്പം അതിൽ നിന്നും എനിക്ക് ഇവരുടെ ഒരു മെന്റൽ ഹെൽത്ത് കപ്പാസിറ്റിയെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണമെന്നും, അതുപോലെ തന്നെ അതിലൂടെ ഇപ്പോഴത്തെ ഒരു എന്താണ് ഇവർക്ക് ഈ ഒരു ഡെവലപ്മെന്റ് ഫീൽഡുകളിൽ അവർക്ക് ഏത് രീതിയിൽ കോമ്പീറ്റ് ചെയ്ത് തന്നെ നിൽക്കാം എന്നുള്ളതിനെ കുറിച്ചും, അവർക്കൊരു ഗ്രോത്ത് ഏത് രീതിയിൽ കൊടുക്കാം എന്നുള്ളതുമാണ് നോക്കുന്നത്. എത്ര സെഷൻസ് ഇന്ന് വരെ ചെയ്തിട്ടുണ്ട് പ്രേസി? എത്ര സെഷൻസ് ചെയ്തിട്ടുണ്ട് ഇതുവരെ? നോ സർ, ഞാനിപ്പം റീസെന്റ് ഇപ്പൊ ഈ ഒരു ടൈമിൽ ജസ്റ്റ് ഈ ലോക്ക്ഡൌൺ തുടങ്ങിയ സമയത്തായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ജസ്റ്റ് ഞാൻ ഈ ഒരു സമയത്ത് സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. അതും പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലല്ല, ബിക്കോസ് എന്റെ കോഴ്സിന്റെ ഭാഗമായിട്ട് അല്ലാണ്ട് പേഴ്സണലായിട്ട് ചെയ്യുമായിരുന്നു. ഇതിന് വല്ല ട്രെയിനർ പ്രോഗ്രാം വല്ലതും പങ്കെടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ സ്പീക്കിംഗ് അങ്ങനത്തെ വല്ല പ്രോഗ്രാം പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇതുവരെ പങ്കെടുത്തിട്ടില്ല. ഞാൻ ആകപ്പാട് അനീസ് സാറിന്റെ ഒരു ട്രെയിനിങ് മാത്രമേ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ വരാൻ താല്പര്യമുണ്ടോ? ആ രീതിയിൽ വളരാൻ താല്പര്യം, പ്രൊഫഷണൽ ആയിട്ട് വളരാൻ താല്പര്യമുണ്ടോ? ഉണ്ട്. ഓക്കെ. ഗ്രേറ്റ്. സോ നമ്പർ 1 നമുക്ക് ആദ്യം വേണ്ടത് ഒരു നിങ്ങളുടെ ഓഡിയൻസിനെ മനസ്സിലാക്കുക എന്നുള്ള പെയിൻ മനസ്സിലാക്കുക. ഓക്കെ, നമ്പർ 1. നമ്പർ 2, ആ പെയിന് നിങ്ങളുടെ പാഷനായിട്ട് കണക്ട് ആവുന്നത് മനസ്സിലാക്കണം. ഓക്കെ, ഫസ്റ്റ് നിങ്ങളുടെ പാഷൻ അല്ല, ഫസ്റ്റ് ആദ്യം പെയിന് മനസ്സിലാക്കുക. You have to identify what's the pain in the marketplace. That's number 1. Number 2, then you have to see whether ആ പെയിനെ സോൾവ് ചെയ്യാനുള്ള പാഷൻ നിങ്ങൾ എടുത്തിട്ടുണ്ടോ എന്ന് അറിയണം. Number 3, is there a purpose for you? Okay, there are 3 P's I spoke right now. Number 1, pain. Number 2 is passion. Number 3 is purpose. How many of you got it? I just want you to go and type 3 P's. Go and type on the chat box, everyone, 3 P's. അപ്പോൾ 3 P'നെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. പിന്നെ next one is professionalism. You got me? Are you with me? Tracy? 4 P ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. Are you there? Yes. Okay, so the first one, what is the first one? Could you tell me what's the first one? Pain. Number 2? Passion. Number 3? Focus, right? No, it's not focus. It's the third. What's the third P? The third P is purpose, because whatever you do, നിങ്ങൾ എന്തൊക്കെ ചെയ്യണം അതിനൊരു purpose ഉണ്ടായിരിക്കണം. And the fourth one is professionalism. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഈ ചോദ്യം ചോദിച്ചത്. നിങ്ങൾ പ്രൊഫഷണൽ ആവാൻ താല്പര്യം ചോദിക്കാനുള്ള കാരണം അതാണ്. ഓക്കെ, പ്രൊഫഷണൽ ആവാനുള്ള. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ പ്രൊഫഷണൽ ആവാൻ താല്പര്യം ഉണ്ടെങ്കിൽ there is a strategy for it. വെറുതെ നമ്മൾ പോയിട്ട് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ what happens is you become one of the person in the blue ocean. Blue ocean strategy അറിയാവോ? ഓക്കെ, ബ്ലൂ ഓഷൻ സ്ട്രാറ്റജി വെച്ചാൽ അവിടെ ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട്. നിങ്ങൾ പോലെ തന്നെ ട്രേസിനെ പോലത്തെ hundreds and thousands of people ആ ഒരു മാർക്കറ്റിലുണ്ട്. ഒരുപാട് ഫിഷ് ഉള്ള സ്ഥലം അവർക്ക്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചിലപ്പോൾ 2 ബൗള് കണ്ടിട്ടുണ്ടോ? ഒന്നിൽ ഒരുപാട് ഫിഷ്, ഒരു ഫിഷ് ജമ്പ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? 2 ബൗളിൽ ഒരു ബൗളിൽ ഒരു ഫിഷ് ജമ്പ് ചെയ്യണം, മറ്റേ ബൗളിൽ ഒരുപാട് ക്രൗഡഡ് ആയിട്ടുള്ള ഫിഷ് ഉണ്ടല്ലോ. ഈ ക്രൗഡഡ് ആയിട്ടുള്ള ഫിഷിന്റെ ആ ബൗളിനെ നമ്മൾ ബ്ലൂ ഓഷൻ എന്ന് പറയാം.
ബ്ലൂ ഓഷൻ എന്ന് വെച്ചാൽ അവിടെ കോമ്പറ്റീഷൻ ഉണ്ടാവും, അൺഹെൽത്തി കോമ്പറ്റീഷൻസ് ഉണ്ടാവും. ഇറ്റ്സ് ലൈക്ക് എ ടഗ് ഓഫ് വാർ. ഓക്കെ, ആ ടഗ് ഓഫ് വാർ മാറണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബി റിയലി പ്രൊഫഷണൽ, നമ്പർ 1, ആൻഡ് യു മസ്റ്റ് ബി യുണീക്ക് ഇൻ വാട്ട് യു ഡു. സാധാരണ എല്ലാവരും ചെയ്യണ പോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിലൊരു വ്യക്തിയായിട്ട് മാറുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു യൂണിക് ക്വാളിറ്റി ഉണ്ടായിരിക്കണം, യൂണിക് വേ ഓഫ് ഡെലിവറി ഉണ്ടാകണം. എന്നാൽ മാത്രമേ നിങ്ങളെ ജനങ്ങൾ അംഗീകരിക്കുള്ളൂ. ഇപ്പൊ നിങ്ങൾ അനീഷിനെ കുറിച്ച് പറഞ്ഞല്ലോ. അനീഷ്, don't you think that he is unique? Yes, sir. Yeah, that is what, because Anish is not in the normal market. Understand that? Anish ഒരിക്കലും ആ നോർമൽ മാർക്കറ്റിൽ ഒരു വർഷം മുമ്പ് അനീഷ് അങ്ങനത്തെ ഒരു ബ്ലൂ ഓഷനിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പൊ he is not there because now he has changed into a complete different angle. Okay, so therefore what I would advise you, you can just contact Anish ne contact hai, allengil coach Shamira ne contact ya. They will give the step by step. Is that okay with you? They'll give step by step. അവർ പറഞ്ഞു അവരെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്, ഈ ലെവലിൽ എങ്ങനെ എത്തിയെന്നുള്ള അവർ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അനീഷിന് നിങ്ങൾക്ക് അറിയാവുന്ന കാരണം വളരെ ഇറ്റ്സ് വെരി ഈസി. ജസ്റ്റ് കോൺടാക്ട് അനീഷ് ആൻഡ് അനീഷ് വിൽ ഹെൽപ്പ് യു. ഞാൻ എന്താ പറയാൻ പോണോ അത് തന്നെ ആയിരിക്കും അനീഷും പറയല്ലേ. യു വിത്ത് മീ? ഞാൻ എന്താണ് നിങ്ങൾ അഡ്വൈസ് ചെയ്യാൻ പോകുന്നത് സെയിം അത് തന്നെ ആയിരിക്കും അനീഷ് അഡ്വൈസ് ചെയ്യുക. സോ ദാറ്റ് യു ക്യാൻ ബിക്കം എ പ്രൊഫഷണൽ സ്പീക്കർ ആൻഡ് എ പ്രസന്റർ വിത്തിൻ ദ നെക്സ്റ്റ് യു ക്യാൻ ബിക്കം എ പ്രസന്റർ വിത്തിൻ ദ നെക്സ്റ്റ് 10 weeks. 10 weeksന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. അതിനുള്ള കോച്ചസ് ഉണ്ട് who will train you and coach you to become a professional speaker. അത് കൂടാതെ നിങ്ങൾക്ക് പ്രൊഫഷണൽ ട്രെയിനർ ആവുന്നുണ്ടെങ്കിൽ അതിനുള്ള ട്രെയിനിങ് ഉണ്ട്. So that we can help you, or if you want to become a coach, we can help you all those particular areas. So Anish would be the best person that you can talk, and Anish can help you. Is that okay with you? Yes, sir. Okay. Thank you very much. Thanks a lot. And I welcome you to the family of trainers and facilitators, because it's a beautiful industry. Especially നിങ്ങൾ പറഞ്ഞു COVID ആയിട്ട് നിങ്ങളെ ഇൻഡസ്ട്രിയിലേക്ക് വന്നത്, അല്ലെങ്കിൽ this you started exploring this. Let me tell you, Pracy, this is the best of the best industry where you can make a lot of difference in people's life. So warm welcome to the family. Thank you, sir. You're most welcome. Let's move on to the next. Thank you so much, Sensei. Oh, അവിടെ ഉണ്ടോ? Thank you very much. Sensei, നമ്മുടെ പറഞ്ഞതിനകത്ത് ചെറിയൊരു ഇത് വന്നത് റെഡ് ഓഷ്യൻ ടു ബ്ലൂ ഓഷ്യൻ. ഞാൻ എന്താ പറഞ്ഞത്? ബ്ലൂ ഓഷ്യൻ എന്നാ പറഞ്ഞത്. ഓ സോറി ആ കൂട്ടത്തിലുള്ളതെന്ന് വെച്ചാൽ റെഡ് ഓഷ്യൻ ബ്ലൂ ഓഷ്യനിലേക്ക് വരണം. സോറി, ടങ് ട്വിസ്റ്റിംഗ് ആയി. ഓക്കെ, താങ്ക് യു സോ മച്ച് സെൻസെ. ആൻഡ് സെൻസെ, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇന്നലെ ഞാൻ ഇവര് MSWക്കാർ ഏകദേശം ഒരു 15ഓളം സ്റ്റുഡൻസുമായിട്ട് സംസാരിക്കുമായിരുന്നു. അപ്പൊ സത്യത്തില് ഞാൻ നോക്കിയപ്പോ ഞാൻ ഈ അടുത്ത കാലത്ത് ഇത്രയും എനർജി ഇല്ലാത്ത കുട്ടികളെ കണ്ടിട്ടില്ല. പക്ഷെ അതിനകത്ത് ഒരാൾക്ക് ഭയങ്കര എനർജി. ആ എനർജി കണ്ട് ഞാനിങ്ങനെ സംസാരിച്ച് ചോദിക്കുമ്പോൾ എല്ലാവരും തന്നെ കൗൺസിലർ ആകണം, സോഷ്യൽ വർക്കിലേക്ക് നിൽക്കുമ്പോൾ ഒരാൾ മാത്രം വ്യത്യസ്തമായിട്ട് എനിക്ക് പരിശീലകയാകണം എന്ന് പറഞ്ഞു. അപ്പൊ സംസാരത്തിന്റെ അകത്ത് നമ്മൾ കണ്ണുകൾ സംസാരിക്കും, ആ ബോഡി ലാംഗ്വേജ് സംസാരിക്കുന്നുണ്ട്. അവിടെ ആ ഭംഗിയായിട്ട് സംസാരിക്കുകയും ആ എനർജി കണ്ട ഒരു വ്യക്തി പ്രൈസിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പ്രൈസിയോട് പറഞ്ഞു, എനിക്കുണ്ടായ ഒരു അഡ്വാൻറ്റേജ്, നമ്മൾ ഈ തെറ്റായ വഴിയെ പോയി നമ്മൾ ആ ഒരു റെഡ് ഓഷനെ കിടന്നെടുത്തുനിന്ന് കറക്റ്റ് ഒരു ടീച്ചറിലേക്ക് വന്നുകൊണ്ട് എനിക്ക് ബ്ലൂ ഓഷന് മൂവ് ചെയ്യാൻ സാധിച്ചു. സെൻസ് ഇപ്പൊ പറഞ്ഞ അതേ വേർഡ് തന്നെ ഞാൻ പറഞ്ഞു. ഒന്നെങ്കിൽ കറക്റ്റ് ആയ ഗൈഡ് ടീച്ചർ വഴി, മെന്റർ വഴി കൃത്യമായ വഴി കൂടെ പോകാം, അല്ലെങ്കിൽ വഴി തെറ്റിച്ചരിച്ച് കുറച്ച് നാൾ ഓടിയിട്ട് ഒന്നെങ്കിൽ നിർത്തി പോകാം, അല്ലെങ്കിൽ തിരുത്തി വരാം. ആ ഒരു ഭാവം പങ്കുവച്ചു. പ്രേസിക്കാണെങ്കിൽ ഒരു ഇതുണ്ട് കേട്ടോ, ഒരു സ്പാർക്ക് ഉണ്ട്, ഇന്നർ സ്പാർക്ക് ഉണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. രണ്ടാമത്തെ P പറഞ്ഞല്ലോ. ആദ്യം നിങ്ങൾ പെയിൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ യു ഹാവ് ടു നോ വെദർ പാഷൻ ഉണ്ടാവും. അല്ല പെയിന് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. പാഷൻ ഇല്ലെങ്കിൽ, പഠിപ്പിക്കാനുള്ള പാഷനിൽ പിന്നെ ഒരിക്കലും പ്രേസി വിജയിക്കാൻ പോകില്ല. സോ പാഷൻ ഉണ്ടായിരിക്കണം. പിന്നെ അത് നിങ്ങൾ ചെയ്യുന്നതിന് ഒരു പർപ്പസ് എന്ന് വെച്ചാൽ പണം ഉണ്ടാക്കുക. അതായത് നിങ്ങളോട് നേരത്തെ ചോദിച്ചല്ലോ, നിങ്ങളോട് ചോദിച്ചു, ഈ ചോദ്യങ്ങൾക്കൊക്കെ ഒരു കാരണങ്ങൾ. ഞാൻ നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഫ്രീ ആയിട്ടാണോ ചെയ്യാൻ പോകണമെന്ന് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഒറ്റക്കാണോ ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചു. നിങ്ങൾ പറഞ്ഞ എല്ലാ ഇതിൽ റെമ്യൂണറേഷൻ കിട്ടുന്ന രീതിയിലാണെന്നുള്ളത്. അപ്പൊ വെറും പണം ഉണ്ടാക്കാന്നുള്ള ആ ഒരു ഇന്റൻഷൻ ആണെങ്കിൽ നിങ്ങൾ വിജയിക്കാൻ പോകില്ല. വെറും പൈസ ഉണ്ടാക്കാന്നുള്ള ഒരു ഇന്റൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിജയിക്കാൻ പോകില്ല. പർപ്പസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ക്ലയൻസിനെ, അല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഷ്യൻസ്, നിങ്ങളുടെ ഡോക്ടറാണെങ്കിൽ നിങ്ങളുടെ പേഷ്യൻസിനെ അവരെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ചെയ്യണം. അതിനാണ് ഈ P എന്ന് പറഞ്ഞ പർപ്പസ്. നമ്പർ 1 പെയിൻ, അവരെ പെയിൻ ആണ്. നമ്പർ 2 പാഷൻ, നമ്മളുടെ പാഷനാണ്. നമ്പർ 3 പർപ്പസ്, അവരെ പർപ്പസാണ്. നമ്പർ 4 പ്രൊഫഷണലിസം, നമ്മളുടെ. മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? 2P അവരുടെ, 2P നമ്മളുടെ. എത്ര പേർക്ക് മനസ്സിലായി? 2P + 2P എന്ന് അല്ലാണ്ട് ടൈപ്പ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ P പെയിൻ ആണ്, അത് അവരെ പെയിൻ ആണ്, അത് ജനങ്ങളുടെ പെയിന്, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ പെയിൻ, അവരെ പെയിൻ. നമ്പർ 2 പാഷൻ, നിങ്ങളെ പാഷൻ. നമ്പർ 3 പർപ്പസ്, അവരെ ഹെൽപ്പ് ചെയ്യാന്നുള്ള പർപ്പസ്. നമ്പർ 4 അതിന് വേണ്ടിയുള്ള പ്രൊഫഷണലിസം, അത് നിങ്ങൾ. അപ്പൊ 2 + 2P അങ്ങനെ വരും. ടോട്ടൽ 4 P's ഉണ്ട്. Right, good. Thank you very much. So let's move on to next caller, please.
സെൻസേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചോട്ടെ? Sure. Please go ahead. സെൻസേ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടുള്ള ഒരു ചിന്തയാണ്. കഴിഞ്ഞ ദിവസം ഒരു ട്രെയിനറുടെ ക്ലാസ് കൂടിയപ്പോൾ ചൈനയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കുറിച്ച് അദ്ദേഹം വ്യക്തമായി പറയുന്നത് കേട്ടു. അത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്: ചെറിയ ക്ലാസ് മുതൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൊടുത്തുകൊണ്ട് ചെറിയ ക്ലാസ്സുകളിൽ തന്നെ, അതായത് 1ലും 2ലും ഒക്കെ പഠിക്കുമ്പോൾ അവിടെ ടെക്നിക്കൽ കാര്യങ്ങളായിട്ടുള്ള, ഇപ്പൊ ഈ ടോയ്സ് ഒക്കെ ആണെങ്കിൽ അതിന്റെ IC ചിപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്ന പോലും ഈ നഴ്സറി പഠിക്കുന്ന 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളടക്കം അങ്ങനെ ട്രെയിൻ ചെയ്ത് പോകുന്നതായിട്ട് കണ്ടു. അവർ ഹെൽത്തിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്, അവിടുത്തെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ബസ് സ്റ്റേഷനിൽ വരെ ഒരു വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. എല്ലാ ബിൽഡിങ്ങിന്റെ മുകളിലും നമ്മുടെ ഈ ചെറിയ മൈതാനങ്ങൾ ഒക്കെ വെച്ചിരിക്കുന്നു. ഞാനത് മുജീബുമായിട്ട് സംസാരിച്ച് മുജീബ് അത് കൺഫേം ചെയ്യുകയും ചെയ്തു. കാരണം മുജീബ് അത് ചൈനയെ പോയി കാണുകയും ചെയ്തു പറഞ്ഞു. സെൻസേ എന്റെ ഒരു സജഷൻ, ഇപ്പം നമ്മുടെ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോവുകയാണ് ഇന്ത്യയിൽ. അപ്പൊ സെൻസയോട് ചോദിക്കുകയാണ്, എന്തൊക്കെയാണ് നമ്മുടെ സ്കൂളുകളിൽ ഇനി വരുത്തേണ്ട മാറ്റം എന്ന് ചോദിച്ചാൽ സെൻസേ എന്തൊക്കെ സജസ്റ്റ് ചെയ്യും? ഈ ഒരു ഇത്രയും ലോകങ്ങൾ കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ നമ്മുടെ കുട്ടികളിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ എഡ്യൂക്കേഷൻ. നമ്പർ 1 മനസ്സിലാക്കുക, നിങ്ങളെ കുട്ടികൾ, നിങ്ങളെ മക്കൾ, ഇപ്പം അനീഷിന് കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടി 2 വയസ്സുള്ള കുട്ടി, ആ 2 വയസ്സുള്ള കുട്ടി 2.5 വയസ്സിൽ ഇപ്പം KG അല്ലെങ്കിൽ അങ്ങനത്തെ ഇതിലൊക്കെ പോയി പഠിച്ചു കഴിഞ്ഞാൽ 30 വർഷം കഴിഞ്ഞ് ആ കുട്ടി എന്താണ് സ്കൂളിൽ പഠിക്കുന്നത് അത് ഒരിക്കലും പ്രാബല്യത്തിൽ വരാൻ പോകില്ല. വെരി ഫസ്റ്റ്, അത് വളരെ നേക്കഡ് ട്രൂത്ത് ആണ്. അത് ആ കുട്ടി സ്കൂളിൽ എന്താ പഠിക്കുന്നത്, ആ സ്കൂളിൽ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ട് എന്താണ് ആ കുട്ടി പഠിക്കുന്നത്, അത് ഏത് സ്കൂളിലായാലും വേണ്ട. അത് ഇപ്പൊ ഞാനൊക്കെ പഠിച്ച സെൻട്രൽ സ്കൂളിൽ, ആ സ്കൂളിൽ പഠിച്ചാലും ലോക്കൽ സ്കൂളിൽ പഠിച്ചാലും ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചാലും ഏത് സ്കൂളിലാണ് ഇന്ന് പഠിപ്പിക്കുന്നത് അത് ഒരിക്കലും അതൊരു 30 വർഷം കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇറ്റ്സ് ഗോയിങ് ടു ചേഞ്ച്. ഓക്കെ, നിങ്ങൾ ഒരിക്കലും അത് പ്രതീക്ഷിക്കാൻ പാടില്ല. കാരണം നിങ്ങൾ എന്താ സ്കൂളിൽ പഠിക്കണം അതൊരിക്കലും പ്രാബല്യത്തിൽ വരുത്താൻ പാടില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ചൈന, ഇപ്പൊ ഞാൻ ചൈനയിൽ പോയപ്പോ തന്നെ ഞാൻ ട്രെയിൻ ചെയ്യുമ്പോൾ എനിക്കറിയാം, ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ അവർ തീരെ കേട്ടിരിക്കില്ല. എനിക്ക് ഏറ്റവും പ്രയാസപ്പെട്ട ഒരു സ്ഥലം ചൈനയായിരുന്നു. ബാക്കി എല്ലാ വേൾഡിൽ വേറെ എവിടെയും പോകുമ്പോൾ എനിക്ക് പ്രശ്നമില്ല. ചൈനയിൽ ഞാൻ ഒരു അവിടെ ഗോൺസ എന്ന് പറയും, ഗോൺസ അല്ലെങ്കിൽ കാന്റൺ എന്ന് പറയും. അപ്പൊ ഹോങ്കോങ്ങിൽ നിന്ന് വേണം അങ്ങോട്ട് പോകാൻ. അപ്പൊ അവിടെ ഞങ്ങൾ എയർപോർട്ടിൽ നമ്മൾ ഫസ്റ്റ് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാനാണ് പോയിരുന്നത് അവിടുത്തെ ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ക്ലാസ് എടുക്കും, ഫസ്റ്റിലെ ദിവസം ക്ലാസ് എടുത്ത് ഒരു മനുഷ്യൻ ഒരു ചെറിയ ഒന്നുമില്ല, അവര് റെസ്പോണ്ട് ചെയ്യില്ല, റിയാക്ട് ചെയ്യില്ല. അപ്പൊ അവിടുത്തെ മാനേജറോട് ഞാൻ പറഞ്ഞു, ഇവർക്ക് മനസ്സിലാവുണ്ടാവും ചോദിച്ചപ്പോ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഇവർ റിയാക്ട് ചെയ്യില്ല, റെസ്പോണ്ട് ഇല്ല. നെക്സ്റ്റ് ഡേ ഞാൻ ക്ലാസ് എടുത്തു, പക്ഷെ അവർക്ക് യാതൊരു റെസ്പോൺസും ഒരു ഇതുമില്ല. അങ്ങനെ ഞാൻ ഇതിന്റെ കംപ്ലീറ്റ് സ്ട്രാറ്റജി മാറ്റി. ഇതിന്റെ സ്ട്രാറ്റജി മാറ്റിയിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഞാൻ യു ഗോട്ട് മീ? വ്യത്യാസം അവരെ കൊണ്ട് ഞാൻ സർക്കിൾ ഇരുത്തിച്ചിട്ട് അതിൽ ഓരോരുത്തരുടെ ടീം ലീഡേഴ്സ് ആക്കി മാറ്റിട്ട് അവരെ കൊണ്ട് അത് പ്രാക്ടിക്കൽ ആയിട്ട് ഡിസ്കഷൻ ചെയ്യാൻ പറഞ്ഞപ്പോ അവർ ഭയങ്കര ആക്റ്റീവായി. ഇതിൽ 2 ഗുണം കിട്ടിയെന്ന് വെച്ചാൽ എനിക്ക് ഫ്രീ ടൈം കിട്ടി, ഞാൻ പിന്നെ പഠിപ്പിക്കാൻ പോയില്ല. സ്ട്രാറ്റജി മാറ്റി കംപ്ലീറ്റ്. കാരണം ഇന്ത്യ സ്ട്രാറ്റജി അവിടെ വർക്ക് ചെയ്യില്ല. അപ്പൊ നമ്മൾ ഒരു സ്ട്രാറ്റജി പഠിച്ചെന്ന് വിചാരിച്ചിട്ട് എല്ലാ സ്ഥലത്തും വർക്ക്ഔട്ട് ആവാൻ പോകുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഏറ്റവും നല്ല ബെസ്റ്റ് ഇൻസ്ട്രക്ടർ ആയിരിക്കാം, പക്ഷെ നിങ്ങളെ കസ്റ്റമേഴ്സ് അവിടുത്തെ കൾച്ചർ ബേസ് ചെയ്ത് നമ്മൾ മാറിയേ മതിയാവും. അപ്പൊ ഞാൻ എന്റെ സിസ്റ്റം മാറ്റി, എന്റെ സിസ്റ്റം അവിടെ വർക്ക്ഔട്ട് ആവുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. സോ ദാറ്റ് ഐ ചേഞ്ച്. സോ വാട്ട് ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അവിടെ പ്രാക്ടിക്കൽ ഇല്ലാതെ നടക്കാൻ പോകുന്നില്ല. You got me? So most of China, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ with practical. So നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 70-20-10 എന്നുള്ള പ്രിൻസിപ്പൾ അനീഷിന് അറിയുണ്ടാവും അല്ലെ? 70%, 70-20-10. 10 എന്ന് വെച്ചാൽ ഞാൻ അവിടെ ചെയ്തിരുന്നത് 10% ആയിരുന്നു. ഓക്കെ, ഞാൻ അവിടെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ 10% അവരെ ഞാൻ കൊളാജ് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പിലാക്കിയപ്പോൾ അത് 20%. കാരണം അവർ തമ്മിലാണ് പഠിക്കുന്നത്. അതിന് സോഷ്യൽ ലേണിംഗ് എന്നാ പറയാം. അപ്പൊ ഞാൻ സ്ട്രാറ്റജി മാറ്റി, 10% മാറ്റിട്ട് 20% സ്ട്രാറ്റജി അപ്ലൈ ചെയ്തപ്പോൾ അത് ശരിക്കും വർക്ക്ഔട്ട് ചെയ്ത്. ഇനി എന്താ വെച്ചാൽ 70% വെച്ചാൽ അവരെന്താണ് അവിടെ നിന്ന് ലേൺ ചെയ്യുന്നത് അത് ഓൺ ദ ജോബ് ട്രെയിനിങ് അല്ല OJT-യിൽ അവർ ഒരു ഓർഗനൈസേഷനിൽ വരുമ്പോൾ, കോർപ്പറേറ്റ് ലെവലിൽ വരുമ്പോൾ അവിടെ ചെയ്തിട്ട് തെറ്റുകളൊക്കെ ചെയ്തിട്ട് അതിന് മിസ്റ്റേക്സ് പഠിക്കുന്ന, അതാണ് 70%. So അതിനാണ് നമ്മൾ 70-20-10 എന്ന് പറയില്ല. അപ്പൊ ഇന്നത്തെ കാലത്ത് സ്കൂളുകളിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ എന്താണ് ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്നത്, വാട്ട് ഈസ് ഹാപ്പനിങ്, ട്രെൻഡ് എന്താ നടക്കുന്നത്, അതിനെ കുറിച്ചിട്ടായിരിക്കും പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഈ ബയോളജി, ഞാൻ ഇന്നുവരെ ബയോളജി പുറത്ത് യൂസ് ചെയ്തിട്ട്, ബിക്കോസ് ഐ എം നോട്ട് ഞാനൊരു സയൻസ് സ്റ്റുഡന്റ് അല്ല. സോ ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഇന്ന് എന്റെ മനസ്സിലായില്ല. കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്, ഫിസിക്സ് പഠിച്ചിട്ടുണ്ട്, മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ട്, കുറേ സാധനം പഠിച്ചിട്ടുണ്ട്, എത്രയോ ടൈം ഗ്രാഫ്സ് വരക്കാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊന്നും എന്റെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. എന്റെ കോളേജ് കഴിഞ്ഞിട്ട് എന്താണ് ഞാൻ പിന്നെ ഫീൽഡിൽ വന്ന് അവിടെ നിന്ന് എന്താണ് പഠിച്ചത്, പ്രൊഫഷണൽ ആയിട്ട് എന്താ പഠിച്ചത്, അത് മാത്രമേ എനിക്ക് ഉപകാരത്തിൽ വന്നിട്ടുള്ളൂ.
Okay. So you have to do something practical. നിങ്ങൾ പിന്നെ ഹെൽത്തിനെ പറ്റി പറഞ്ഞു, ഹെൽത്ത് മാത്രം നോക്കിയിട്ടും കാര്യമില്ല. See, there are a lot of things. Okay, there are a lot of things. ഇപ്പൊ ഹെൽത്ത് നോക്കിക്കഴിഞ്ഞാൽ ചൈനയിലത്തെ കാര്യം പറഞ്ഞാൽ അത് മുജീബ് പറഞ്ഞ ശരിയാണ്. എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് മരങ്ങൾ ഉണ്ടാവും, മരത്തിന്റെ താഴെ ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്ന കണ്ടു. ഞാൻ എനിക്ക് ഇന്ന് ഓർമ്മ, ഞാൻ പ്രാവശ്യം ഇത് ചൈനയിലേക്ക് വേറെ എങ്ങോട്ടും യാത്ര ചെയ്യുമ്പോഴാണ് ഞാൻ ഒരു ഗ്രൂപ്പ് ഓഫ് ചൈനീസിനെ കണ്ട. അവര് ദോഹ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എല്ലാവരും വെയിറ്റിംഗ് ലോങ്ങിൽ ഉണ്ടായിരുന്നു. എല്ലാവരും ഓക്കെ, എല്ലാവരും ഒരു 10-15 പേരുണ്ടാവും. അത് ആണുങ്ങളുടെ പെണ്ണുങ്ങളുടെ പ്രായമുള്ള വ്യക്തികളാണ്. എല്ലാവരും ഒരുമിച്ച് ലൈനപ്പ് ചെയ്ത്, അതായത് പാസഞ്ചേഴ്സ് എല്ലാവരും ഇരിക്കുന്നുണ്ട്, ഇവരൊക്കെ ലൈനപ്പ് ചെയ്ത് ഒരുമിച്ച് ഇവരെല്ലാവരും താഴ്ച ചെയ്യാൻ തുടങ്ങി. താഴ്ച കണ്ടിട്ടുണ്ടോ? വളരെ സ്ലോ മോഷനിൽ താഴ്ച കണ്ടിട്ടുണ്ടോ? ബോഡി അവരെല്ലാവരും താഴ്ച ചെയ്യാൻ തുടങ്ങി. ദാറ്റ് മീൻസ് അവർ അത്രയും ഹെൽത്ത് കോൺഷ്യസ് ആണ്. അവര് അത്രയും ഹെൽത്ത് കോൺഷ്യസ്. ഞാൻ അത് കൂടാതെ എനിക്കറിയാം ഞാൻ എപ്പോഴും ഇരിക്കുമ്പോൾ എക്സിറ്റ് സീറ്റിലാണ് ഞാൻ ഇരിക്കല്. അപ്പൊ എക്സിറ്റ് റോയിൽ ഇരിക്കുമ്പോൾ എനിക്ക്, കാരണം ഞാൻ ഉയരം കൂടിയ കാരണം എനിക്ക് കാലം നിർത്തി വെക്കാൻ വേണ്ടി എക്സിറ്റ് റോയിൽ. അപ്പൊ എനിക്ക് പല വർഷം സംഭവിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോ ഏതെങ്കിലും ഒരു ചൈനീസ് ആരെങ്കിലും ആയിരിക്കും ആ ഗ്യാപ്പിൽ വന്നിട്ട് അവര് വല്ല യോഗ അല്ലെ ആസനങ്ങളോ എന്തെങ്കിലും ചെയ്യും ആ ഗ്യാപ്പിൽ. Why? Because അവർ അത്രയും നേരം ഇരിക്കുന്നുണ്ട്, കാരണം ഒരു ലോങ് ജേർണിയാണ്. അപ്പൊ ആ ലോങ് ജേർണിയിൽ അവർക്ക് അറിയാം ഹെൽത്ത് ഇസ് വെരി ഇമ്പോർട്ടന്റ്. How the posture, the way that you sit and so thing, it's very very important. So therefore whatever you do now, ഞാൻ പറഞ്ഞ ഇത് രണ്ട് കാര്യം ഇപ്പൊ പറഞ്ഞു. ഒന്ന്, your education should be practical based education, 100%. I'm going to agree to that. Number 2 is your health. Number 3 is about your relationship. എഡ്യൂക്കേഷൻ മാത്രം പഠിച്ച കാര്യമില്ല. സ്കൂളിൽ തത്ത പഠിപ്പിക്കണ പോലെ പഠിപ്പിച്ച് യാതൊരു കാര്യം വരാൻ പോലും. ബിക്കോസ് അത് നിങ്ങളുടെ ജീവിതത്തിൽ 15% മാത്രമേ അത് വിജയിപ്പിക്കുന്നുള്ളൂ. ഞാൻ ഇന്നൊരു സെഷനിൽ ഞാൻ പങ്കെടുത്തിരുന്ന, ഐ തിങ്ക് അറൗണ്ട് ഏകദേശം ഒരു 9 hours സെഷൻ ഞാൻ പങ്കെടുത്തത്. ആ സെഷനിൽ കംപ്ലീറ്റ് ഞാൻ കാണുന്ന പ്രായമുള്ള ആൾക്കാർ അതിലുള്ളത്, കംപ്ലീറ്റ് ലീഡേഴ്സ് ഉള്ളത് ഒക്കെ. അവർക്ക് ലൈഫിലൊക്കെ ഇതൊക്കെ ലീഡേഴ്സാണ്. ഈ ലീഡേഴ്സിനൊക്കെ ഇത് അവരുടെ റിലേഷൻഷിപ്പ് പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ വെൽത്ത് ബേസ് അവർക്ക് പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ അവര് കരിയർ ബേസ് അങ്ങനെ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ജോബ് അല്ലെങ്കിൽ കരിയർ അല്ലെങ്കിൽ ബിസിനസ് വെൽത്ത് അതിലൊക്കെ പ്രശ്നമുള്ള ഒരാൾക്ക് ഏകദേശം 900 people ഇന്നലെ ഞാൻ പങ്കെടുത്തു, ഇന്നും പങ്കെടുത്ത നാളെ ഉണ്ട് എനിക്ക്. അപ്പോ ഈ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്രയും അവരൊക്കെ ഡോക്ടേഴ്സ് ഒക്കെ കേട്ടോ, ഞാൻ പറഞ്ഞ വ്യക്തികൾക്ക് ഡോക്ടേഴ്സാണ് ഒക്കെ ഉണ്ട്, വ്യത്യാസ പ്രൊഫഷണൽ ആൾക്കാർ. പക്ഷെ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ല, ലൈഫിൽ വരുന്നില്ല. സോ ഗോയിങ് ബാക്ക്, ഇറ്റ്സ് നോട്ട് അബൌട്ട് വാട്ട് യു ലേൺ ഇൻ ദ ബുക്ക്. അത് ഒരിക്കലും പ്രാപ്തത്തിൽ വരാൻ പോകണം. അതിൽ വിശ്വസിക്കാത്ത വ്യക്തിയാണ്. ഐ ഡോണ്ട് ബിലീവ് ഇൻ ദ ബുക്സ് ദാറ്റ് ഐ ലേൺ ഇൻ ദ സ്കൂൾ ഡേയ്സ്. ഓക്കെ, ഇറ്റ്സ് വാട്ട് യു ലേൺ ഔട്ട്സൈഡ്. അതായത് ഇന്നിപ്പോ ഇറങ്ങുന്ന പുതിയ പുക്സ് ഉണ്ടല്ലോ. ഓക്കെ, ഇപ്പൊ നമ്മൾ സ്റ്റീവൻ കോവിന്റെ ബുക്കും ബ്രയൻ ട്രേസിന്റെ ബുക്ക്, അങ്ങനത്തെ ബുക്സ് ആണ് ഹെൽപ്പ് ചെയ്യാൻ. അങ്ങനത്തെ ബുക്സ് ഹെൽപ്പ് ചെയ്യും. കാരണം ആ എഴുതുന്ന വ്യക്തികൾ എന്ന് വെച്ചാൽ പ്രൊഫസേഴ്സ് അല്ല എഴുതുന്നത്. അത് മനസ്സിലാക്കാം. പ്രൊഫസേഴ്സ് അല്ല എഴുതുന്നത്. പ്രൊഫസേഴ്സ് അവരെന്താ പഠിച്ചത് അതാ എഴുതുന്നത്. പക്ഷെ ഈ എഴുതുന്ന വ്യക്തികൾ ചിലപ്പോൾ പ്രായം കുറഞ്ഞ വ്യക്തികളായിരിക്കാം, ചിലപ്പോൾ പ്രായം ചെന്ന വ്യക്തികളായിരിക്കാം. പക്ഷെ ഇവരൊക്കെ എഴുതുന്ന എക്സ്പീരിയൻസ് ആണ്. രണ്ടും വ്യത്യാസമുണ്ട്. മനസ്സിലാണ്ട? ഇവര് എക്സ്പീരിയൻസ്, അവരുടെ എക്സ്പെർട്ടീസ് ആണ് എഴുതുന്നത്. മറ്റൊരു അവരുടെ എഡ്യൂക്കേഷൻ എഴുതുന്നത്. 3 E കുറിച്ച് ഞാൻ പറഞ്ഞു. ഐ വോണ്ട് എവരിവൺ ടു ഗോ ഇൻ ടൈപ്പ് 3 E's. ഇവര് എഴുതുന്നത് എഡ്യൂക്കേഷൻ ബേസ് ചെയ്തിട്ടാണ്. ആര്? പ്രൊഫസേഴ്സ്. Am I right? I want everyone to go type 3 E's. Professors say based on their education. Every our experience and expertise based. ഇതിനാണ് കൂടുതൽ വാല്യൂ കൊടുക്കുന്നത്. കാരണം ഇത് 70% അവർ എന്താ പഠിച്ചിട്ടുള്ളത് അതാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയും എളുപ്പമായിരിക്കും. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് തിയറി ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇത് ബേസ് എന്ന് വെച്ചാൽ അവർ തെറ്റുകൾ തിരുത്തി അതിന് അവർ ലെസൺ പഠിച്ചു, അതിനാണ് അവരെ ബുക്ക് ചെയ്തത്. അപ്പൊ ഇതിൽ ഒരുപാട് പഠിക്കാൻ നമുക്ക് പെട്ടെന്ന് പഠിക്കാനും ഇത് ഷോർട്ട് കട്ടാണ്. അതിന്റെ കാര്യം ഞാൻ ഒരുപാട് ബുക്സ് വായിക്കുന്നത് വെച്ചാൽ ഇത് ഷോർട്ട് കട്ട്. അങ്ങനത്തെ ബുക്സ് ഞാൻ വായിക്കാനുള്ള കാരണം ഇത് ഷോർട്ട് കട്ട് എന്നെ ഹെൽപ്പ് ചെയ്യും, ഇത്രയും പെട്ടെന്ന് മുമ്പോട്ട് പോകാനുള്ള ഹെൽപ്പ് ചെയ്യും. പക്ഷെ അതേ സമയത്ത് സ്കൂൾസും കോളേജിലും യൂണിവേഴ്സിറ്റിയിലും പഠിപ്പിക്കുന്ന ബുക്ക് ഒരിക്കലും നമുക്ക് ഇന്നത്തെ രീതിയിൽ വളരാൻ കാരണം അത് അനുവദിക്കില്ല. കാരണം ഈ ബുക്കൊക്കെ എഴുതിയ കുറെ വർഷങ്ങളായിട്ടുണ്ടാവും. Am I right? Okay, so വർഷങ്ങളായ കാരണം നമുക്ക് ഒരിക്കലും ഇത് വരാൻ പറ്റില്ല. And next, secondly, we have to think about artificial intelligence or deep learning, all those things. We have to look at all those things. കാരണം അതൊക്കെ കംപ്ലീറ്റ് ഇന്ന് നമ്മൾ എന്താ പഠിക്കുന്ന രീതികൾ, പഠിക്കുന്ന വിഷയങ്ങൾ ഒന്നും ഉണ്ടാവില്ല. ജോലികൾ എത്രയോ ജോലികൾ പോകും. ഓക്കെ, 70-75% ഓഫ് ദ ജോലി നിങ്ങൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന ജോലി എന്തിനാണ് നിങ്ങൾ പഠിക്കുന്ന ആ ജോലികളൊക്കെ പോകും. ഒരു കാലത്ത് ഒരു 25 വർഷങ്ങൾക്ക് മുമ്പ് ചിലപ്പോൾ നിങ്ങൾക്ക് കീ ഹോൾ സർജറിനെ കുറിച്ച് ചിലപ്പോൾ അറിയണ്ടാവില്ല. റൈറ്റ്? കീ ഹോൾ സർജറിനെ കുറിച്ച് അല്ലൊക്കെ ഓപ്പൺ ഹാർട്ട് സർജറി ഒക്കെയാണ്. ഇന്നിപ്പോ കീ ഹോൾ എല്ലാം ചെയ്യണത്. അതായത് ചിലപ്പോ 10-20 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ ഹോൾ തന്നെ ഉണ്ടാവില്ല, സർജറി കഴിഞ്ഞിട്ടുണ്ടാവും. ഇന്ന് നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല.
Yes, അത് ലോകത്തെ പല സ്ഥലങ്ങളിൽ ഇരുന്ന് ചെയ്യുന്നുണ്ടാവും. പല സ്ഥലത്തും ചെയ്യണ്ടോ, ചിലപ്പോ എക്സ്പെർട്സ് ആയിരിക്കില്ല. നിങ്ങൾ ഇപ്പൊ ഒരു മനസ്സിലാക്കുക, ഇപ്പൊ നമ്മള് കൃഷിയിടങ്ങളിലൊക്കെ നമ്മൾ ഫാമേഴ്സിനെ കാണില്ല. നമ്മൾ എന്താ ഫാമേഴ്സ് മലയാളത്തിൽ എന്താ പറയാ? കർഷകരെ കാണില്ല. പക്ഷെ അത് ഒരു 10 വർഷം കഴിഞ്ഞാൽ കർഷകരെ കാണൂല. നിങ്ങൾ കർഷകരെ കാണൂല. പക്ഷെ ഇതിനേക്കാളും കൂടുതൽ പ്രൊഡക്ടിവിറ്റി വന്നിട്ടുണ്ടാവും. കാരണം ഇനിയുള്ള വരാൻ പോകുന്ന തലമുറകളും അതേപോലെ ഇപ്പോഴത്തെ തലമുറ എന്താ വെച്ചാൽ ഇൻസ്റ്റെഡ് ഓഫ് ബിക്കമിങ് ഫാമേഴ്സ് ദേ ബിക്കം ഫാം മാനേജേഴ്സ് ആയി മാറും. ഫാം മാനേജർ അവർ ഇരിക്കണ്ട എവിടെയും ചേരിട്ട് ഒരു മരത്തിന് താഴെ ഇരുന്നിട്ട് ഒക്കെ റിമോട്ടിലും മറ്റേ ഗെയിം കളിക്കണോണ്ട് ചെയ്യണ്ടാവും. അവിടെ എന്തെങ്കിലും കട്ട് ചെയ്യണ്ട പാഡിയൊക്കെ കംപ്ലീറ്റ് കട്ട് ചെയ്ത് അത് പോകണ്ടാവും. അതേ പറഞ്ഞ. അപ്പൊ നിങ്ങൾ പഠിച്ചത് ഒന്നല്ല ജീവിതത്തിൽ വരാൻ പോകുന്നത്. നിങ്ങൾ ഇന്നിപ്പോ സ്കൂളിലും കോളേജിലും പഠിക്കണം ഒന്നല്ല 30 വർഷം കഴിഞ്ഞാൽ വരാൻ പോകും. കാരണം അത് കംപ്ലീറ്റ് അതിനെ ഡിസ്ട്രപ്റ്റ് ചെയ്തിട്ടുള്ള പുതിയ ടെക്നോളജീസ് വരും. അവിടെയാണ് ഇന്നോവേഷൻ നടക്കേണ്ടത്. ഇന്നോവേഷൻ ഇസ് എ സൈക്കിൾ വിച്ച് ഹാസ് ടു കീപ് ഓൺ ഗോയിങ്. ആ ഇന്നോവേഷൻ നടന്നിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി യു ബിക്കം ഔട്ട്ഡേറ്റഡ്, യു ആർ ഔട്ട്സൈഡ് ദ മാർക്കറ്റ്. Okay. അപ്പൊ വീണ്ടും to recap, it's not only about the schooling, it's not only about the education, it's about your education, your health, your knowledge, your skill, your attitude, your relationship, your wealth, your career, your business is a circle. A circle complete balanced ആയിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾ സ്പിരിച്വാലിറ്റി വരുന്നുണ്ട്, അതിലൊക്കെ സ്പിരിച്വാലിറ്റി ഒക്കെ വരുന്നു. എങ്കിൽ മാത്രമേ you are a person with everything. എല്ലാത്തിലും 100 വേണമെന്നില്ല, എല്ലാത്തിലും 100 മാർക്ക് നേടണമെന്നില്ല. എല്ലാത്തിലും ആവറേജ് തൊട്ട് മേലായിട്ട് എല്ലാത്തിലും പോകണം. അല്ലെ ഒന്നിൽ മാത്രം 100 മാർക്ക് മറ്റേതിൽ 0 മാർക്ക് മേടിച്ചിട്ട് ഒരു കാര്യമില്ല. You have to be comfortable in everything. എല്ലാത്തിലും കംഫർട്ടബിൾ ആയിരിക്കണം. അതിനുള്ള സമയം കണ്ടെത്തണം. ഹെൽത്തിനാണ് ഹെൽത്തിന്, സ്പിരിച്വാലിറ്റിക്കാണ് സ്പിരിച്വാലിറ്റി, വെൽത്തിനാണ് വെൽത്ത്. എല്ലാത്തിനും നമ്മൾ സമയം കണ്ടെത്തുക. കാരണം 24 മണിക്കൂർ ധാരാളം. ഓരോരുത്തർ പറയും 24 മണിക്കൂർ തയ്യണം. 24 മണിക്കൂർ എനിക്ക് കൂടുതലാണ്. You got me? I'm free. I'm free. I do everything. I do everything within this 24 hours, and then you do whatever you want to do. സമഗ്രമായ വികസനം, ഒരു കോംപ്രഹെൻസീവ് ആയിട്ട് എൻഹാൻസ്മെന്റ് ഉണ്ടാകണം കുട്ടികൾക്ക്. Absolutely. Yes, thank you so much, sir. My pleasure. Let's move on to the next. Next question, please. We got 1 hour and 3 minutes. Hello, Sensei. Yes, please. എന്താണ് പേര്, എവിടുന്നാ വിളിക്കുന്നത്? അൽത്താഫ്, പത്തനംതിട്ട. Okay, അൽത്താഫ് പറഞ്ഞോളൂ. സെൻസെ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട് ലീഡർഷിപ്പിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളതാണ്. അതെ. ആ ഇൻഫ്ലുവൻസിങ് സ്കില്ല് നമ്മൾ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നത്? ഓക്കെ, അത് വളരെ സിമ്പിൾ ആണ്. അൽത്താഫിന്റെ നോക്കാം. അൽത്താഫിന് ഒരു ടീം ഉണ്ടാവും നോക്കാം. ഓക്കെ, അൽത്താഫിന് ടീം ഉണ്ടാവും നോക്കാം, അല്ലെങ്കിൽ അൽത്താഫിന് ഫാൻസ് ഉണ്ടാവും നോക്കാം. മനസ്സിലാവുണ്ട്? അൽത്താഫ് വളരെ സിമ്പിളാണ്. ഓക്കെ, അൽത്താഫിന്റെ അടുത്ത് ടീം ഉണ്ടാവും, അൽത്താഫിന് ഫോളോവേഴ്സ് ഉണ്ടാവും, അൽത്താഫിന് ഫാൻസ് ഉണ്ടാവും. ഇല്ലെങ്കിൽ അത് വളർത്തിയെടുക്കാൻ പറ്റണം. അവിടെ നിങ്ങൾ ഇൻഫ്ലുവൻസ് വരുന്നത്. അതായത് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾക്ക് ഒരു നിങ്ങളെ ഹൈറ്റ് അളക്കണമെന്നുണ്ടെങ്കിൽ ഒരു മെഷറിംഗ് ടേപ്പ് വേണം, അല്ലേ? ഓക്കെ, അതേപോലെ നിങ്ങൾ തൂക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വെയിങ് മെഷീൻ വേണം. am I right? അതെ, അതേപോലത്തെ നിങ്ങൾക്കൊരു യാത്ര ചെയ്യണമെങ്കിൽ അതിൽ കിലോമീറ്റർ എന്ന് പറയും, am I right? അല്ലെങ്കിൽ മൈൽ എന്ന് പറയും, am I right? അതേപോലെ നിങ്ങൾ ലീഡർഷിപ്പ് അളക്കാനുള്ള അളവ് കോല് ഒന്നേ ഉള്ളൂ, അതിനാണ് ഇൻഫ്ലുവൻസ്. വേറെ ഒന്നുമില്ല. ഇൻഫ്ലുവൻസ് വെച്ചാല് നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ജനങ്ങൾ ഉണ്ടെങ്കിൽ അതിനാ ഇൻഫ്ലുവൻസ് ഉണ്ട്. മനസ്സിലായി? അത് എങ്ങനത്തെ ജനങ്ങളായാലും ഉണ്ട്. ചിലപ്പോൾ നിങ്ങളെ അടിക്കാൻ വരുന്ന ജനങ്ങളായിരിക്കും, പക്ഷെ ആ അടിക്കാൻ വരുന്ന ജനങ്ങൾ അവിടെ നിർത്തിക്കൊണ്ട് സംസാരത്തിൽ കൂടെ അവരെ വശീകരിക്കാൻ അതിന് വേറൊരു പദം തന്നെ. വശീകരിക്കല്ല, നിങ്ങളെ കഴിവുകൊണ്ട് അവർ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പറഞ്ഞ് ശരിയാന്ന് മനസ്സിലാക്കിയിട്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കണ്ട ആ ഒരു കഴിവുണ്ടാവണം. അതിനാണ് ലീഡർഷിപ്പ് എന്ന് പറയാം. ഓക്കെ, താങ്ക് യു. Okay, next question, please. Anyone? Go ahead. ചോദ്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാണ്, ചോദിച്ചോളൂ. സ്വാധീനം ചെലുത്തുക എന്നാണ് ഇൻഫ്ലുവൻസ്. Yeah, that should be the word. Yeah, സ്വാധീനം. Hi, Sensei. ഞാൻ ദിവ്യ from കൊല്ലം. Divya, hi Divya, how are you doing? Hi. Good.
സെൻസ് എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, നമ്മുടെ ടീമിനിടയിൽ തന്നെ ചില ഇഷ്യൂസ് ചില ടൈമിൽ വരാറുണ്ട്. അപ്പം അത് ഏകദേശം JD സെയിം ആയിട്ട് നിൽക്കുന്ന ഒരു തങ്ങളിലാണ്. അപ്പം പെർഫോമൻസ് ലെവലൊക്കെ ഏകദേശം ഒരുപോലെ തന്നെ ആയിരിക്കും. പക്ഷെ ഒരു തങ്ങളിലുള്ള ഇഷ്യൂസ് എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും? ഓക്കെ, എങ്ങനത്തെ ഇഷ്യൂസ് ആണ് കണ്ടുവരാ ദിവ്യ? എങ്ങനത്തെ ഇഷ്യൂസ് കണ്ടിട്ടുള്ളത്? ഒരു 3 ഇഷ്യൂസ് പറയാം. ഒരു 3 ഇഷ്യൂസ് പറയാം. ചാലഞ്ചസ് എന്തൊക്കെയാണ് കണ്ടുവന്നിട്ടുള്ളത്? അത് ഫസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ള കോർ വാല്യൂ കറക്റ്റ് ആയിട്ട് വരാത്ത ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. പിന്നെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഒരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്. കാരണം ഒരു മൊണോപ്ലിക് സിസ്റ്റം, ഒരാളിൽ ഒരു മൊണോപ്ലിക് സിസ്റ്റം കാണുന്ന ഒരു പ്രവണത അങ്ങനെ വരുന്ന അത് കണ്ടിട്ടുണ്ട്. അത് 3 എനിക്ക് പറയാനുള്ളത്. അല്ല, ഒന്ന് കോർ വാല്യൂ, രണ്ടാമത്തെ അറ്റ്മോസ്ഫിയർ, മൂന്നാമത്തത് ഒരു മൊണോപ്ലിക് ആയിട്ടുള്ള മെത്തേഡ്. ഇത് 3 ഇപ്പൊ നിങ്ങൾ പറഞ്ഞ 3 ക്യാരക്ടർ എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്നറിയോ? ഇത് മൂന്ന് ഇപ്പൊ പറഞ്ഞ കോർ വാല്യൂ, നിങ്ങൾ ഈ അറ്റ്മോസ്ഫിയറും പറഞ്ഞത്, അതേപോലെ നിങ്ങൾ പറഞ്ഞ മൊനോപ്പൊളി സ്റ്റൈൽ ഓർ സിസ്റ്റം, ഇത് 3 വരുന്നത് ദിവ്യ മറ്റേ ഇതില് BMW ഇല്ലേ? അപ്പൊ അതിൽ പഠിപ്പിച്ച ഓർമ്മ ഉണ്ടോ? 12 വ്യത്യസ്ത ഫൗണ്ടേഷൻസ്. ഓക്കെ, ആ ഫൗണ്ടേഷൻ വരുന്ന താറാറുകളായിട്ട് വരുന്നത്. ഈ 12 ഫൗണ്ടേഷനിൽ വരുന്ന എന്തെങ്കിലും ഒരു അലൈൻമെന്റിൽ തെറ്റ് വരുമ്പോഴാണ് നിങ്ങൾ ആ ഒരു ഓർഗനൈസേഷൻ കൾച്ചറിന് മാറുന്നത്. ഈ 3 കാര്യം പറഞ്ഞ ഓർഗനൈസേഷൻ കൾച്ചറിനോട് ബേസ് ചെയ്തിട്ടുള്ള മനസ്സിലായില്ലേ? ഈ നിങ്ങൾ പറഞ്ഞ വാല്യൂവിനെ കുറിച്ച് പറഞ്ഞ അറ്റ്മോസ്ഫിയർ ഇപ്പൊ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആ 12 സ്റ്റോണിനെ കുറിച്ച് പറഞ്ഞില്ല, അവിടെ ഒരു സ്ഥലത്ത് ഉണ്ടാവും. എൻവയറമെന്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് അറ്റ്മോസ്ഫിയർ ഞാൻ പറഞ്ഞത് ഇപ്പൊ അവരുടെ ഒരു ഏരിയ മീൻസ് അവരുടെ ചെയറും അവരുടെ ടേബിളും അത്രയും അവരുടെ മാത്രമാണെന്ന്, അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറയുന്ന മറ്റൊരാൾക്ക് അങ്ങനെയുള്ള ഒരു സിസ്റ്റം. എങ്ങനെ? ഞാൻ കേട്ടില്ല, കാരണം കട്ടായി പോയി. നിങ്ങള് ഇടയ്ക്കൊരു കോള് വന്നു. ഓക്കെ, ടേബിൾ വരെ കേട്ടു ഞാൻ. ഇപ്പൊ അവരുടെ ചെയറും ടേബിളും അവരുടെ ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അത് അവരുടെ മാത്രമാണെന്നുള്ള ഒരു രീതി. അപ്പൊ അതിനകത്തോട്ട്, അല്ലെങ്കിൽ ആ ഒരു ഏരിയ മീൻസ് ആ ഒരു സ്പേസ് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്ന, അവരുടെ ആ ഒരു സിസ്റ്റത്തിലോട്ട് മറ്റൊരാൾ കടന്നു കയറുന്നത് ഇഷ്ടമല്ലാത്ത രീതിയിലുള്ള, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇപ്പം അവർക്ക് കുറച്ച് അറിയാം, അതിൽ കൂടുതൽ മറ്റൊരാൾ പറയുന്നത് ഇഷ്ടമല്ലാത്ത ഒരു രീതി, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ആ ഇഷ്യൂസ് വരുന്നത്. പക്ഷെ ഈ ആ ഒരു മെത്തേഡ് അങ്ങോട്ട് ശരിയാവുന്നില്ല. പെർഫോമൻസ് ലെവൽ ഓക്കെയാണ്. ഇപ്പൊ അവിടെ ഡിസിഷൻ മേക്കർ നിങ്ങളാണോ? ഞാനുള്ള കുറച്ച് ഇപ്പൊ ഇല്ല, നേരത്തെ ഉണ്ടായിരുന്ന ഒരു ടൈമിലുള്ള ഇഷ്യൂസ് ആണ്. ഞാൻ എനിക്ക് എപ്പോഴും തന്നെ വരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ എനിക്ക് അതിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റിയില്ല എന്നുള്ളത്. കാരണം രണ്ടുപേരും ഈക്വൽ ആയിട്ട് നിൽക്കുന്നതാണ്. അപ്പൊ രണ്ടുപേരും ആ ഒരു IT സൈഡിൽ രണ്ടുപേരും ബിടെക് കഴിഞ്ഞ ആ ലെവലിൽ തന്നെ നിൽക്കുന്നവരാണ്. അപ്പൊ നമുക്ക് ആരെയാണ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. കാരണം രണ്ടുപേരുടെ ഭാഗത്ത് നിന്നും അവരവരുടേതായ ശരികൾ ഇങ്ങനെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. നിങ്ങൾ അവർക്ക് പ്രൊജക്ട് കൊടുക്കുമ്പോൾ ടീം പ്രൊജക്ട്സ് കൊടുക്കാറുണ്ടോ? അങ്ങനെ കൊടുക്കാറുണ്ട്. ഓക്കെ, ടീം അങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ എപ്പോഴും നിങ്ങൾ ടീം വർക്ക് ആയിട്ട് കൊടുക്കേണ്ടത്. അതായത് ഇൻഡിവിജ്വൽ ആയിട്ട് കൊടുക്കാൻ പാടില്ല, നിങ്ങൾ ടീം വർക്ക് ആയിട്ട് കൊടുക്കുക. ടീം വർക്ക് ആകുമ്പോൾ മാത്രം നിങ്ങൾക്ക് ഒരു ഫുട്ബോളിൽ കളിക്കുമ്പോൾ ഒരു നല്ല പ്ലെയർ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? കേൾക്കാൻ പറ്റില്ല. അല്ല ദിവ്യ, അതായത് നിങ്ങളൊരു ഫുട്ബോൾ ടീമാന്ന് വിചാരിക്കുക. കേൾക്കുന്നുണ്ടോ? Am I audible, all of you? കേൾക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു ഫുട്ബോൾ ടീമിൽ ഒരു പ്ലെയർ നന്നായിട്ട് വല്ല കാര്യമാണോ ചോദിക്കുന്നത്? ഇല്ല. Am I right? അപ്പൊ അവിടെ എന്താ വെച്ചാൽ you have to have the collaboration between each other. Am I right? അവിടെ ടീം സ്പിരിറ്റ് ഉണ്ടായിരിക്കും. എങ്കിൽ മാത്രമേ നിങ്ങൾ ആസ് എൻ ഓർഗനൈസേഷൻ നിങ്ങൾ മൂവ് ചെയ്യുള്ളൂ, അല്ല ആസ് എ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ മൂവ് ചെയ്യുള്ളൂ. Am I right? ഓക്കെ, അവിടെ നിങ്ങൾ ആസ് എ ലീഡർ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ, നിങ്ങളിപ്പം പറഞ്ഞതെന്ന് വെച്ചാൽ രണ്ടാൾ ഇൻഡിവിജ്വൽ ആയിട്ട് നന്നായി പെർഫോം ചെയ്യുന്നെന്ന് പറഞ്ഞു. Is it correct? Individual ആയിട്ട് നന്നായി പെർഫോം. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഇൻഡിവിജ്വാലിറ്റി. ആ ഇൻഡിവിജ്വൽ ആയിട്ട് പെർഫോം ചെയ്യുന്നതല്ല നിങ്ങൾ നോക്കേണ്ടത്. ആസ് എ ഗ്രൂപ്പ്, ആസ് എ ടീം, ആസ് എൻ ഓർഗനൈസേഷൻ അവർ ഡെവലപ്പ് ചെയ്യണ്ടോ ഇല്ലാന്ന് നോക്കേണ്ടത്. ഓക്കെ, അതിന് ഞാൻ ഒരു ഇത് തന്നിരുന്നു, ഒരു Y ആക്സിസ് X ആക്സിസിന്റെ ഒരു ഇത് ഞാൻ പറഞ്ഞിരുന്നു, ഹാബിറ്റിനെ ബേസ് ചെയ്തിട്ട്. ഓർമ്മ ഉണ്ടോ? വെർട്ടിക്കൽ ലേണിംഗ്.
വെർട്ടിക്കൽ ലേണിംഗിനെ കുറിച്ചല്ല. ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന വ്യക്തി നിങ്ങൾ മാറ്റിയിരിക്കണം. മേ ബി ദേ ആർ വെരി ഗുഡ്, ഇൻ പ്രൊഡക്ടിവിറ്റി, ബട്ട് കൾച്ചറൽ ബേസ് നോക്കുമ്പോൾ അവർ സീറോ ആണ്. They are danger. So you have to remove that. അപ്പോ ഇതുണ്ട് BMW എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ എടുക്കുന്ന അതിന്റെ പ്രിന്റ് ഔട്ട് ഉണ്ട്. So you have to go and check that one. ചിലപ്പോൾ പെർഫോമൻസ് രണ്ടുപേരും പെർഫോമൻസ് ബെറ്റർ ആയിരിക്കാം. ഓക്കെ, പെർഫോമൻസ് ബെറ്റർ ആയിരിക്കാം. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് മറ്റേ ആക്സസ് ആണ് നോക്കേണ്ടത്. വാട്ട് അബൌട്ട് ദ കൾച്ചർ ബേസ്? ഓക്കെ, അങ്ങനെയാണ്. കൾച്ചർ ബേസ് ആണെങ്കിൽ അവരാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. വെറും പെർഫോമൻസും വെറും ഒരു കോൾ പ്രൊഡക്ടിവിറ്റി മാത്രം നോക്കിയ കാര്യമില്ല. ചിലപ്പോൾ ഈ പ്രൊഡക്റ്റീവ് കിട്ടുന്ന വ്യക്തി, ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ബിടെക് കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു, ആ പ്രൊഡക്റ്റീവായിട്ട് നന്നായി പെർഫോം ചെയ്യുന്ന വ്യക്തിനെയാണ് നമ്മൾ പേടിക്കേണ്ടത്. ബി കെയർഫുൾ അബൌട്ട് ദം എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ. Why? Because that would be the first person to leave you and go. Yes. Okay, so therefore നമ്മൾ നോക്കേണ്ടത് പെർഫോമൻസ് മാത്രമല്ല, കൾച്ചർ ബേസ് ചെയ്തിട്ട് നോക്കണം. ഓർഗനൈസേഷൻ കൾച്ചറിനോട് ആരാണ് കൂടുതൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് അവരെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. നമുക്ക് ഇവരെ രണ്ടുപേരെയും ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത് എന്താ ചെയ്യാൻ പറ്റും? തീർച്ചയായും. അപ്പൊ അവർ നിങ്ങൾ കൊടുക്കേണ്ടത് ദിസ് ഇസ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ടീം ആയിട്ടുള്ള ഇവർ രണ്ടാളും. വളരെ സിമ്പിൾ ആണിത്, വളരെ സിമ്പിൾ. ഇങ്ങനത്തെ രണ്ട് കാറ്റഗറിയിൽ പെടുന്ന വ്യക്തികളാണെന്ന് വിചാരിക്കുക. രണ്ടാളുടെ സ്ട്രെങ്ത് സെയിം ആണെന്ന് വിചാരിക്കുക, രണ്ടാളുടെ വീക്ക്നെസ് സെയിം ആണെന്ന് വിചാരിക്കുക. അങ്ങനത്തെ രണ്ടാൾക്കാർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ എത്താണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ശരിക്കും ശ്രദ്ധിക്കാൻ ഞാൻ പറഞ്ഞത്. ഓക്കെ ദിവ്യ, നിങ്ങളാണ് റിക്രൂട്ട് ചെയ്യുന്ന വ്യക്തി വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എങ്ങനത്തെ പൊസിഷനാണ് നിങ്ങൾ എടുക്കണം എന്നുള്ളത്. റൈറ്റ്? ആ പൊസിഷൻ എന്താണ് ഗ്യാപ്പ് എന്നുള്ള ഓർഗനൈസേഷന്റെ ഡിപ്പാർട്ട്മെന്റ് ഗ്യാപ്പ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അതിനനുസരിച്ചുള്ള ക്വാളിറ്റി എന്തൊക്കെയാണ് അവർക്ക് വേണം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായിരിക്കണം. അതിന് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ JD പ്രിപ്പയർ ചെയ്യണത്. അതിന് ബേസ് ചെയ്തിട്ടാണ് ആ JDക്കുള്ള ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇന്റർവ്യൂ കോള് വിളിക്കുന്നത്. ആ ഇന്റർവ്യൂ കോളിൽ കറക്റ്റ് ആയിട്ട് ഇന്ന ക്വാളിഫിക്കേഷൻ, ഇന്ന എക്സ്പീരിയൻസ്, എക്സ്പെർട്ടീസ് ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ വിളിക്കുന്നത്. റൈറ്റ്? നിങ്ങൾ വരുമ്പോഴും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഇങ്ങനത്തെ നിങ്ങളുടെ അടുത്തുള്ള മാച്ച് ചെയ്യേണ്ടത്. നിങ്ങൾ ഈ വന്ന വ്യക്തിയും നിങ്ങൾക്ക് ആവശ്യമുള്ള ആ പൊസിഷനും നിങ്ങൾ ആവശ്യമുള്ള ട്രേഡും എക്സ്പീരിയൻസും എല്ലാം ഈ വ്യക്തിക്ക് ഉണ്ടാകുന്ന നിങ്ങൾ ടാൽ ചെയ്തിട്ടാണ് ആളെടുക്കുന്നത്. റൈറ്റ്? ആ ഒരു സൈഡിലൊക്കെ ഓക്കെയാണ്. കോർ വാല്യൂ മാത്രമേ ഉള്ളൂ ഇഷ്യൂസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞോട്ടെ. അപ്പൊ ഇവിടെ രണ്ടാൾക്കാർ നിങ്ങൾ എടുത്തെന്ന് വിചാരിക്കാം. രണ്ടാളുടെ JD വ്യത്യാസം എന്ന് വിചാരിക്കാം. പക്ഷെ നിങ്ങൾ നോക്കിയപ്പോൾ ഇവര് നല്ല ടാലന്റഡ് ആണ്. രണ്ടുപേരും എടുത്തു. രണ്ടുപേരും ABCയിൽ ഇവര് ടോപ്പാണ്. ABC എന്ന് പറഞ്ഞ ഒരു ക്വാളിറ്റി ഉണ്ട് വിചാരിക്കാം, ടെക്നിക്കൽ ക്വാളിറ്റി എന്ന് വിചാരിക്കാം. ആ ക്വാളിറ്റിയിൽ ഇവർ രണ്ടാളും ടോപ്പാണ്. വേറാസ് മറ്റേ BC EFGയിൽ രണ്ടാളും മോശം എന്ന് വിചാരിക്കാം. അപ്പൊ വരുന്ന നിങ്ങൾക്ക് വലിയ പ്രശ്നം അവിടെയാണ് ഈഗോ പ്രശ്നം വരില്ല. മനസ്സിലായി? ഒരേ സ്ട്രെങ്ത് രണ്ട് പേർക്കുണ്ടെങ്കിൽ, ഒരേ വീക്ക്നെസ് രണ്ട് പേർക്കുണ്ടെങ്കിൽ അവിടെ ഈഗോ ക്ലാഷ് വരും. അവിടെയാണ് നമ്മൾ എടുക്കുമ്പോൾ യു ഹാവ് ടു ബി ബാലൻസ്ഡ് ആയിരിക്കണം. ഒരു വ്യക്തിന്റെ അല്ലെങ്കിൽ ഒരു പൊസിഷന്റെ വീക്ക്നെസ് ആയിരിക്കാം മറ്റേ പൊസിഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ JDയിൽ ഈ ഒരു ഫസ്റ്റ് പൊസിഷൻ എന്താണ് നമ്മൾ നോക്കുന്നത്, അതിൽ എന്തൊക്കെയാണ് നമ്മൾ ക്വാളിറ്റീസ് നോക്കുന്നത്, അത് ആവണമെന്നില്ല മറ്റേ നമ്മൾ JD പ്രിപ്പയർ ചെയ്യുമ്പോൾ. അപ്പോഴാണ് നിങ്ങൾക്ക് ഒരു ബാലൻസ് ഉണ്ടാവുക. ദാറ്റ്സ് വൺ തിങ് ദാറ്റ് യു ഹാവ് ടു ലുക്ക് ഫോർ. രണ്ടാമത്തത്, ഇപ്പൊ നിങ്ങൾ അവരെടുത്തു, നിങ്ങൾ ഒരു 3 മാസം പ്രൊബേഷൻ കഴിഞ്ഞു. 3 മാസത്തെ പ്രൊബേഷന്റെ ഉള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം, അതായത് ഇവർക്ക് ഓർഗനൈസേഷൻ കൾച്ചറിനോട് ഇത് ചെയ്യാൻ പറ്റില്ല, മിങ്കിൾ ചെയ്യാൻ പറ്റില്ല, അവർക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റില്ല എന്നുള്ള 3 മാസം ഇനഫ് ടൈം ഉണ്ട്. ആ 3 മാസം കൊണ്ട് നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ 6 മാസം ഉണ്ട്. കാരണം ചില കമ്പനീസ് 6 മാസത്തെ പ്രൊബേഷൻ കൊടുക്കില്ല. എസ്പെഷ്യലി കോർപ്പറേറ്റ് മേജർ കോർപ്പറേറ്റ്സ് ഒക്കെ 6 months പ്രൊബേഷൻ. ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന കമ്പനി 6 months പ്രൊബേഷൻ ഉണ്ടായിരുന്നത്. ആ 6 months പ്രൊബേഷനിൽ നമ്മൾ ശരിക്കും എന്ന് വെച്ചാൽ എല്ലാ മാസം നമുക്കൊരു റിവ്യൂ ഉണ്ടാവും. ആ റിവ്യൂ എന്ന് വെച്ചാൽ ശരിക്കും ഫീഡ്ബാക്ക് തന്നിടണം. ആരാ തരുന്നത്? ചിലപ്പോൾ നമ്മൾ സീനിയേഴ്സ് ആയിരിക്കും തരില്ല, ചിലപ്പോൾ നമ്മൾ സെയിം സബോർഡിനേറ്റ്സ് ആയിരിക്കും തരില്ല, ചിലപ്പോൾ നമ്മൾ ജൂനിയേഴ്സ് ആയിരിക്കും ഫീഡ്ബാക്ക് തരാം. ഓക്കെ, അവിടെയാണ് നമ്മൾ STOP എന്നാണ് സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. STOP മീൻസ് സ്ട്രാറ്റജിക് മീറ്റിംഗ്. യു വിൽ ഹാവ് സ്ട്രാറ്റജിക് മീറ്റിംഗ്, യു വിൽ ഹാവ് technical or what you call as tactic meetings, then comes operational meetings, all for performance meetings. അപ്പം അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു വ്യക്തി ഒറ്റപ്പെട്ടൊരു വ്യക്തി എന്നുള്ളത്. ഈ ഒരു വ്യക്തി എനിക്കല്ലോ ഒരു മാനേജർ എടുത്ത് ബോംബെ എന്നുള്ളൊരു ഡൽഹി എന്നുള്ളൊരു മാനേജർ എടുത്ത് 3 മാസത്തിന്റെ ഉള്ളിൽ പുറത്താക്കിയാണ്. നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തി, നല്ല ക്വാളിഫൈഡ് ആയിട്ട്, പക്ഷെ അത് നമ്മളെ കൾച്ചറിനോട് പറ്റണില്ല. പറ്റാതായപ്പോ ആളെ പുറത്താക്കി. നമ്മൾ ക്വാളിഫൈഡ് ആണ്, നല്ല റിസൾട്ട് ആണ്, എല്ലാം ഉണ്ട്, ഹൈലി ക്വാളിഫൈഡ്, ഹൈലി എക്സ്പേർട്ട് ആണ്. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഫാമിലി, ഇപ്പൊ ദിവ്യക്ക് അറിയാം, ഞാനൊക്കെ ഒരു ഫാമിലി പോലെ ഞാൻ കാണില്ല എന്റെ ടീമിനൊക്കെ. അപ്പൊ ഈ ഒരു ഫാമിലിനെ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങി. അവിടെ ഉള്ള ഫാമിലിനെ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോ ഏറ്റവും ആദ്യം ചെയ്യുന്ന ഇയാളെ പിടിച്ച് പുറത്താക്കുന്നത്. ഇയാളെ പിടിച്ച് പുറത്താക്കിയാണ്
Why? Because culture base ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മളെ ഓർഗനൈസേഷൻ കൾച്ചറിനോട് ലയിച്ചു പോണില്ല വ്യക്തി. മനസ്സിലായി? ഇപ്പൊ ഈ 6 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ 2 വ്യക്തികൾ ഉണ്ടെന്ന് വിചാരിക്കുക. അവ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരിക്കലും ടെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു വ്യക്തിനെ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ പുതിയ വ്യക്തിയാണെങ്കിൽ ആ ടെർമിനേറ്റ് ചെയ്യുന്ന സിസ്റ്റം വ്യത്യാസമുണ്ട്. അതായത് ഫ്രഷർ ആയിട്ടുള്ള ഒരു വ്യക്തി, കോളേജിൽ വരുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിനെ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു സ്റ്റെപ്സ് ഉണ്ട്. അതേപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിനെ നിങ്ങൾ പുതിയതായിട്ട് എടുക്കുന്ന വിചാരിക്കുക. ആൾക്ക് വേറെ കമ്പനിയിൽ എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷെ നിങ്ങളെ കമ്പനിയിൽ ജോയിൻ ചെയ്യും, ആ വ്യക്തിനെ നമ്മൾ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റെപ്സ് വ്യത്യാസമുണ്ട്. നിങ്ങളുടെ കമ്പനിയിൽ ഒരു 5, 6, 10 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ട്, ആ വ്യക്തിനെ ടെർമിനേറ്റ് ചെയ്യുന്നത് അതിന് സ്റ്റെപ്സ് വ്യത്യാസമുണ്ട്. മനസ്സിലായോ? അപ്പൊ 6 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പറഞ്ഞ 2 വ്യക്തിയെ നിങ്ങൾ ടെർമിനേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെ അവർ നിങ്ങളെ ഓർഗനൈസേഷൻ വളർന്നു പോകണ്ടെങ്കിൽ അവർക്ക് എന്താ വെച്ചാൽ അവർക്ക് കമ്പൈൻഡ് ആയിട്ടുള്ള ടാസ്ക് കൊടുക്കാം. കമ്പൈൻഡ് അല്ല ഇൻഡിവിജ്വൽസ് അല്ല, അവിടെയാണ് അവര് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. അവിടെയാണ് നിങ്ങൾക്ക് ക്ലാഷ് മനസ്സിലാവില്ല. That's why you can measure what is happening എന്നുള്ളത്. So that is one of the best tools that you can give. അവർ രണ്ടാളും പ്രൊഡക്റ്റീവ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ രണ്ടാൾ കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് കൊടുക്കുക. They have to work together. അതായത് ഒരാൾക്ക് സീനിയോറിറ്റി കൊടുക്കരുത്, മറ്റാൾക്ക് സീനിയോറിറ്റി കൊടുക്കരുത്. Ask them to work as a team and produce the result. I'll tell you, it will bring magic. Okay. Thank you, sir. My pleasure. Next question, please. We got 50 minutes more. Go ahead. Yes, please. Any questions? Go ahead. You may ask me any questions. It could be from leadership. It could be from personal development, personal growth, business side, organization, and so forth. ഇല്ലേ? ചോദ്യങ്ങളില്ലേ? അനീഷ ഇന്ന് മുതൽ നിർത്തണോ നമ്മള്? ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തുണ്ട. അല്ലേ, കച്ചവടം നിർത്തണോ? വേണ്ട, ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. സെൻസ് ഞാൻ ചോദിച്ചിരുന്ന ആ സമയത്ത് സെൻസ് നമ്മൾ കഴിഞ്ഞ ദിവസം ഫെയിലിയറിനെ കുറിച്ച് പറഞ്ഞു. അതെ, അത് നന്നായിട്ടത് വ്യക്തമായി. എന്റെ ചോദ്യം ഇതാണ്, നമ്മളിപ്പം സ്കൂളുകളിലൊക്കെ എക്സാംസ് ഒഴിവാക്കുന്ന, അല്ലെങ്കിൽ എക്സാംസിന് പരാജയപ്പെടുക എന്നുള്ള വാക്ക് തന്നെ ഒഴിവാക്കുക, ഫെയിൽ എന്നുള്ള വാക്ക് തന്നെ. അപ്പൊ സെൻസയുടെ ഒരു എക്സ്പീരിയൻസിൽ നമുക്ക് ഈ എക്സാം സിസ്റ്റം ഒഴിവാക്കുന്നതാണോ നല്ലത്, അതോ ആ ഞാൻ വിശ്വസിക്കുന്നത് ഈ ഫെയിലൊക്കെ ജീവിതത്തിലുണ്ടായ പരാജയങ്ങൾ അല്ലെങ്കിൽ ആ ഫെയിൽ ആയതാണ് കൂടുതൽ ശക്തനാകാൻ സഹായിച്ചത്. അപ്പൊ നമ്മുടെ സ്കൂളുകളിലൊന്നും കുട്ടികൾക്ക് ഒരു തോൽവി അറിയാനുള്ള സമയം കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ചെറിയൊരു പ്രശ്നം വരുമ്പോൾ സൂയിസൈഡ് ചെയ്യുവാണ്. അപ്പൊ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വരികയാണെങ്കിൽ എക്സാംസ് ഉള്ളതാണോ, അതായത് ഈ പരാജയം വിജയം എന്ന സിസ്റ്റം ഉള്ളതാണോ നല്ലത്, അതോ ഈ ഇപ്പൊ വെസ്റ്റേൺ രീതിയിലൊക്കെ പലയിടത്തും അസൈൻമെന്റ്സ് മാത്രമാക്കി തീർന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ഇതിനകത്ത് ഏതാണ് പ്രാക്ടിക്കലി നല്ലത് നമ്മുടെ ലൈഫിനെ വെച്ച് നോക്കുമ്പോൾ? See, number one, assignments, it's really good. Assignments are challenges. Assignments are challenge. Other project, for example, ഇപ്പൊ നമ്മളൊരു പ്രൊഫഷണൽ രീതിയിൽ ഒരു ഓർഗനൈസേഷനിൽ വരികയാണെങ്കിൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ് വരുമ്പോൾ നമുക്ക് അസൈൻമെന്റ്സ് ഉണ്ട്. ആ അസൈൻമെന്റ്സ് നമ്മൾ അവിടെ പ്രൊജക്ട്സ് എന്ന് പറയുന്നത് ഇവിടെ അസൈൻമെന്റ്സ് ആയിരിക്കും. അപ്പൊ അത് നമ്മള് ഇതിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് അസൈൻമെന്റ് വെച്ചാൽ ഒരു അസൈൻമെന്റ് അല്ല, ഇറ്റ് ഹാസ് ടു ബി ഓൺ എ കൺസിസ്റ്റന്റ് ബേസിസിൽ അസൈൻമെന്റ്സ് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷെ ആ അസൈൻമെന്റ് ആയിട്ട് മാത്രം കാര്യം, നമ്മൾക്ക് ഒരു മെഷറിംഗ് ടൂളും വേണ്ട. ഇപ്പൊ നേരത്തെ അൽത്താഫ് ചോദിച്ച പോലെ ലീഡർഷിപ്പ് എങ്ങനെ മെഷർ ചെയ്യാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ ഇൻഫ്ലുവൻസ് ആണെന്നുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾ ഈ അസൈൻമെന്റ് ചെയ്യുമ്പോൾ അസൈൻമെന്റ്സിന് ഒരു റിസൾട്ട് ഉണ്ടാവണം. വെദർ യു ആർ ഡൂയിങ് അസൈൻമെന്റ് ദ പ്രോപ്പർ വേ. അതിന് എക്സാമിനോ ടെസ്റ്റിനോ വിളിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതിന് ടെസ്റ്റിനോ എക്സാമിനോ വിളിക്കേണ്ട, ആ ഒരു അസൈൻമെന്റിനെ അസസ് ചെയ്യാൻ പറ്റണം. നിങ്ങൾ ടെസ്റ്റിന് വിളിക്കേണ്ട, എക്സാമിന് വിളിക്കണ്ട. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന അസൈൻമെന്റിനെ നിങ്ങൾ അസസ് ചെയ്തിട്ട് ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റണം. അത് നിങ്ങൾ ടെസ്റ്റിന് വിളിച്ചാലും എക്സാമിനേഷന് വിളിച്ചാലും ഉണ്ടല്ല, എന്തായാലും വിളിച്ചാലും ഉണ്ടല്ല, there should be something. ഒരു പ്രൊജക്ട് കൊടുത്തിട്ട് ആ പ്രൊജക്ട് ശരിയാണോ തെറ്റാണെന്ന് മനസ്സിലാവണ്ട കുട്ടിക്ക്. അത് കൂടാതെ ആ ഫീഡ്ബാക്കും കൊടുക്കുക. അത് കൂടാതെ ആ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എല്ലാവരും ഇവിടെ ചോദിക്കേണ്ട ചോദ്യം, അത് നമ്മളോട് ചോദിക്കേണ്ട, ഞാനും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് വാട്ട് നെക്സ്റ്റ് എന്നുള്ളത്. വാട്ട് നെക്സ്റ്റ്, അതായത് ഓക്കെ ഇത് ചെയ്തു, ഇതിൽ എന്തൊക്കെ തെറ്റ് വന്നത് അവരോട് ചോദിക്കാം. നമുക്ക് എക്സാമ്പിൾ, നമ്മൾ ഒരു അസൈൻമെന്റ് ചെയ്തെന്ന് വിചാരിക്കാം, അത് നമ്മൾ അസസ്സും ചെയ്തെന്ന് വിചാരിക്കാം. നമ്മൾ അസസ് ചെയ്തിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചെന്ന് വിചാരിക്കാം. ആ ലിസ്റ്റ് ആ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാത്ത ഡെവലപ്മെന്റ് ആണ്. നമ്മൾ പണ്ട് കാലത്ത് ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഒരു കാലത്ത് ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് എന്നാ പറയുന്നത്. ഓക്കെ, പിന്നെ അത് ലേണിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ആയി, L&D എന്നായി മാറി.
ഇപ്പൊ അത് ടാലന്റ് ഡെവലപ്മെന്റ് ആയി. ഇപ്പോഴും TD ആണ്, ടാലന്റ് ഡെവലപ്മെന്റ്. ഈ ഡെവലപ്മെന്റ് എന്നുള്ള പാത എപ്പോഴാ വരില്ല? ഈ ഡെവലപ്മെന്റ് വരുന്ന എപ്പോഴാണ്? നിങ്ങൾ തോറ്റ് കഴിഞ്ഞ് മനസ്സിലാക്കി മുമ്പോട്ട് പോയാലേ ഡെവലപ്മെന്റ് വരുള്ളൂ, അല്ലെങ്കിൽ ലേണിംഗ് മാത്രമേ വരുള്ളൂ. മനസ്സിലായില്ലേ? എക്സാക്ട്ലി. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോഴും ട്രെയിനിങ് എന്ന് വിളിച്ചാൽ പോരെ, അല്ലെങ്കിൽ ലേണിംഗ് എന്ന് വിളിച്ചാൽ പോരെ. എന്തുകൊണ്ടാണ് ഇന്നത്തെ ഓർഗനൈസേഷൻ ഐദർ ലേണിംഗ് ആൻഡ് ഡെവലപ്പ് എന്ന് വിളിക്കണം, അല്ലെങ്കിൽ ടാലന്റ് ഡെവലപ്പ് എന്ന് വിളിക്കാം? കാരണം അവിടെ ഡെവലപ്മെന്റ് വ്യത്യാസമുണ്ട്, ട്രെയിനിങ് വ്യത്യാസമുണ്ട്. അപ്പൊ ഈ കുട്ടി ഇപ്പൊ ഞാൻ ഇപ്പൊ അനീഷ് എന്നോട് ചോദിക്കുകയാണെങ്കിൽ, ഞാനൊരു ലീഡർഷിപ്പ് മാസ്റ്റർ കോച്ച് എന്ന നിലയിൽ ഞാൻ പറഞ്ഞ സ്റ്റെപ്സ് ഇതായിരിക്കും. അസൈൻമെന്റ്സ്, ഓക്കെ, അസൈൻമെന്റ്സ് ചെയ്യുക, അത് അസസ് ചെയ്യുക. അസസ് ചെയ്തിട്ട് ഞാൻ മനസ്സിലാക്കണം എന്തൊക്കെയാണ് ഇവിടെ ഡെവലപ്മെന്റ്, ഈ കുട്ടിക്ക് എന്തൊക്കെ വേണം. ഞാൻ ഡെവലപ്മെന്റൽ ഫീഡ്ബാക്ക് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവണം. ആ കുട്ടിയോട് അത് പറയാൻ പാടില്ല. ആ കുട്ടീനുമായിട്ട് 1-on-1 സിറ്റിംഗ് ഉണ്ടാവുക. ഇത് തന്നെയാണ് ഓർഗനൈസേഷൻ ഉണ്ടാവില്ല. അപ്രൈസൽസ് KPI സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്. ആ കുട്ടിയോട് 1-by-1 ഫേസ് ടു ഫേസ് 1-to-1 ഇരുന്ന് സംസാരിക്കുമ്പോൾ ആ കുട്ടിക്ക് നാളെ ജീവിതത്തിൽ ഇന്റർവ്യൂ ഫേസ് ചെയ്യാനുള്ള പേടി ഉണ്ടാവില്ല. ഓക്കെ, ഈ ഒരു സംസാരത്തിൽ ആ കുട്ടിയോട് ചോദിക്കുക എന്തൊക്കെയാണ് ഇതിൽ കുറച്ചും എന്തൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്, നിങ്ങൾ ശരിക്കും 100% നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ? ഓക്കെ, 100% സാറ്റിസ്ഫാക്ഷൻ ആക്കാൻ വേണ്ടി ഇനി എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക, ആ കുട്ടിയോട് ചോദിക്കാം. നിങ്ങളടുത്ത് ലിസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഓൾറെഡി ലിസ്റ്റ് ഉണ്ട്. എന്നിട്ട് ആ കുട്ടിയോട് ചോദിക്കാം എന്തൊക്കെയാണ് ഇതിൽ മാറ്റി ചെയ്യാൻ പറ്റുക നിങ്ങൾക്ക് തോന്നുന്നത്. ഓക്കെ, അതിന് ഇനി എന്തൊക്കെ ചെയ്യണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ ഇതിൽ വന്ന് ആ കുട്ടി ഐഡന്റിഫൈ ചെയ്തു. നിങ്ങളാണ് തെറ്റ്, നിങ്ങൾ പറയുന്നത് ഇന്ന തെറ്റി എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ വിഷമം ഉണ്ടാവും. എക്സാക്ട്ലി. ഓക്കെ, അവിടെയാണ് ഈ ടെഗ് ഓഫ് വാർ വരുന്നത്. അപ്പൊ ടീച്ചറിനോടുള്ള ദേഷ്യം അതൊക്കെ വരുന്നത്. അതായത് ആ കുട്ടിനോട് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ആ കുട്ടി ഒരു പ്രൊഫഷണൽ ലെവലിൽ ഒരു ലീഡർ അല്ലെങ്കിൽ മാനേജർ ആവുമ്പോൾ ആ കുട്ടിക്ക് അസസ് ചെയ്യാനുള്ള കഴിവ് വരും. ഓട്ടോമാറ്റിക് സെൽഫ് അസസ്മെന്റ് വരും. അത് കൂടാതെ ടീം അസസ് ചെയ്യാനുള്ള കഴിവ് ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് സ്കൂളിൽ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാം. ആ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ അത് നിങ്ങൾ ടീച്ചേഴ്സ് തന്നെ ചെയ്യണമെന്നില്ല. ചിലപ്പോൾ ഇറ്റ് കുഡ് ബി ബഡീസ് ആയിട്ട് ചെയ്യാം. മനസ്സിലായി? ചിലപ്പോൾ ഒരു ടീച്ചറിന് ചിലപ്പോൾ 50 കുട്ടികൾ ഇതേപോലെ ഇരുന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു ബഡീസ് ആയിട്ട് അവരെ ചാലഞ്ച് ചെയ്തിട്ട് ഒരു അസൈൻമെന്റ് മറ്റു ടീമിന് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റണോ? അല്ലെങ്കിൽ നമ്മളിപ്പം ക്രോസ് സെല്ലിംഗ് പറയല്ലോ, ക്രോസ് സെല്ലിംഗ് പോലെ തന്നെ ക്രോസ് കോച്ചിങ് ചെയ്യാം. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അവിടെയാണ് ഈ കൊലാബറേഷൻ വരുന്നത്. അവിടെയാണ് മത്സരബുദ്ധി ഇല്ലാത്തത്. മത്സരബുദ്ധിയല്ല കുട്ടികളിൽ വളർത്തേണ്ടത്. മത്സരബുദ്ധിയല്ല കുട്ടികളിൽ വളർത്തുന്നത്. ഇവിടെയൊക്കെ അച്ഛനും അമ്മമാർക്കൊക്കെ മത്സരബുദ്ധിയാണ്. അതായത് എന്റെ മകൻക്ക് ഓക്കെ ബ്ലാക്ക് ബെൽറ്റ് എത്ര പെട്ടെന്ന് കിട്ടും, 4 വർഷം എടുക്കുന്ന ബ്ലാക്ക് ബെൽറ്റ് ഒരു കുട്ടിക്ക് 2 വർഷത്തിനുള്ളിൽ വേണം. കാരണം എന്താ, അടുത്തുള്ള കുട്ടിക്ക് ബ്ലാക്ക് ബെൽറ്റ് കിട്ടിക്കഴിഞ്ഞു. എത്ര പൈസ തന്നാലും ബ്ലാക്ക് ബെൽറ്റ്. ആ മത്സരബുദ്ധി മാറ്റാം. ഫസ്റ്റ് മത്സരബുദ്ധി മാറ്റിയിട്ട് അവരെ കൊലാബറേഷനുള്ള ബുദ്ധി അവരേക്ക് എടുത്തു കൊടുക്കുക. അവിടെ മാത്രം വരുമ്പോഴാണ് നിങ്ങൾ കൊലാബറേറ്റ് ചെയ്തിട്ട് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഹൗവെവർ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അസസ്മെന്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, അസൈൻമെന്റ് ഉണ്ടായിരിക്കണം, അസസ്മെന്റ് ഉണ്ടായിരിക്കണം, സെൽഫ് റിയലൈസേഷൻ ഉണ്ടായിരിക്കണം, വാട്ട് നെക്സ്റ്റ് എന്നുള്ള കുട്ടി ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കണം. എങ്കിൽ സൂപ്പർ. നിങ്ങൾ ടെസ്റ്റ് വിളിച്ചാലും വേണ്ട, എക്സാം വിളിച്ചാലും വേണ്ട, എന്തായാലും വേണ്ട. സോ ദാറ്റ്സ് ഓട്ടോമാറ്റിക്കലി ഗ്രോത്ത് ആണ് നമ്മൾ നോക്കേണ്ടത്. അതിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. You have to grow on a consistent basis. Wow, this is great. Actually, സിൻസെ പറഞ്ഞതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. കാരണം ഈ ടീച്ചേഴ്സ്, എന്റെ വൈഫ് ടീച്ചറാണ്, ഇവിടെ ഇരിക്കുന്ന ടീച്ചേഴ്സ് ക്ഷമിക്കുക. പൊതുവെ ടീച്ചേഴ്സ് ആദ്യം തെറ്റ് കണ്ടുപിടിക്കാനാണ് നോക്കുന്നത്. ഈ കുട്ടി ഇതിനകത്ത് എന്തൊക്കെയാണ് തെറ്റ്, ആ മിസ്റ്റേക്സ് പറയാനും അത് അതിന്റെ പേരൻസിനോട് പറയാനും അവിടെ അതൊരു പരിധി വരെ ആസ്വദിച്ചു പോകുന്ന ഒരു രീതി കണ്ടുവരുന്നത്. അതാണ് ഈ പ്രത്യേകിച്ചും പേരൻസിനെ സ്കൂളിലേക്ക് വിളിക്കുന്ന ഒരു ദിവസമാണ്. അത് ടീച്ചർമാർ ഏറ്റവും അധികം ആസ്വദിക്കുന്ന ഒരു ദിവസമാണ്. അത് ഇവന്റെ ഒരു കുറവും കാര്യങ്ങളും പറഞ്ഞ് ഒരു വിഷമിപ്പിക്കുക, എല്ലാവരും അല്ല കേട്ടോ, ഒരു വിഭാഗം ആൾക്കാർ. അവിടെ തൊട്ട് കുട്ടിയും ടീച്ചറുമായിട്ടൊരു ബന്ധം അകലാൻ തുടങ്ങുക. അതേ സ്ഥാനത്ത് അവിടെ അത്തരം കുട്ടികളെ ഡെവലപ്പ് ചെയ്തിരുന്നിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട്. ഇവ മിടുക്കനാണ്, ഇവന് ഇച്ചിരിയുടെ കാര്യങ്ങൾ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നു എന്നിട്ട് അവനെ തട്ടി തലോടി ഉയർത്തിക്കൊണ്ട് വരുന്ന, അവന്റെ കഴിവ് കണ്ടെത്തുന്ന അധ്യാപകരുണ്ട്. അത്തരം അധ്യാപകരോട് കുട്ടികൾക്ക് സ്നേഹം വരികയും ചിലപ്പോൾ അവിടുന്ന് ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് കുട്ടി ഉയർന്നു വരുന്ന കാഴ്ച പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ട് സെൻസ് ഇപ്പൊ പറഞ്ഞു. താങ്ക് യു സോ മച്ച്. അത് കൂടാതെ അനീഷ്, ഇപ്പൊ ആ ഒരു ടീച്ചേഴ്സ് ഡേ ആകുമ്പോഴാണ് കുട്ടികൾക്ക് പേടി വരുന്നത്. കാരണം ഈ ഒരു പേടിയാണ് പിന്നീട് പിൻകാലത്ത് ഇന്റർവ്യൂവിൽ പേടി വരുന്നത്. മനസ്സിലല്ലേ? ഞാൻ ഏത് ഇന്റർവ്യൂ, ഞാൻ എപ്പോഴും പറഞ്ഞു, ഏത് ഇന്റർവ്യൂവിൽ ഞാൻ പോയിട്ടുണ്ടോ ആ ഇന്റർവ്യൂവിൽ ഞാനാണ് ലീഡ് ചെയ്തിട്ടുള്ളത്. ഞാനാണ് ഞാൻ 30 മിനിറ്റിന്റെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞത്, ആ 30 മിനിറ്റിന്റെ ഇന്റർവ്യൂ ഒക്കെ 15 മിനിറ്റ് ഞാൻ കാൻഡിഡേറ്റ് ആണ്. ഓക്കെ, ഞാൻ കാൻഡിഡേറ്റ് ആയിട്ട് ഞാൻ 15 മിനിറ്റ് കൊണ്ട് ക്ലോസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. വൈ? ബിക്കോസ് ഞാൻ പോണത് ആ ഒരു കംപ്ലീറ്റ് ഫോക്കസ് സൈക്കോളജിയോടാണ് ഞാൻ പോണത്.
ഞാൻ ഒരുപാട് ഇന്റർവ്യൂസ് ഞാൻ പങ്കെടുക്കുമ്പോൾ ഞാൻ എന്റെ ബോസിനോട് പറയാം, അതായത് എന്റെ മാനേജറിനോട് ഞാൻ പറയും, വ്യത്യസ്ത കൺട്രീസിൽ പോയിട്ട് ഞാൻ ഇന്റർവ്യൂ പങ്കെടുക്കില്ല. അപ്പൊ ഞാൻ പറയും ഇന്ന കൺട്രിയിൽ ഇന്റർവ്യൂവിന് ഞാൻ പോകുന്നുണ്ട്. അപ്പൊ എല്ലാവരോടും പറഞ്ഞിട്ട് ഞാൻ പോലെ ഞാൻ പോകാനുള്ള കാരണം വെച്ചാൽ ഈ കമ്പനിയിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടല്ല, അവർ എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അത് ശരിക്കും പഠിക്കാൻ വേണ്ടിയിട്ടും ഇന്റെ വാല്യൂ മാർക്കറ്റിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി. രണ്ട് കാര്യത്തിനാണ്. ഒന്നാമത് അവരുടെ ടെക്നിക് ഓഫ് ആസ്കിംഗ് ക്വസ്റ്റ്യൻസ്, നമ്പർ 1. നമ്പർ 2, ഇന്റെ വാല്യൂ. ബിക്കോസ് നിങ്ങളെ വാല്യൂ എന്താ, മാർക്കറ്റിൽ നിങ്ങളെ വാല്യൂ എന്താ നിങ്ങൾ എപ്പോഴും നോക്കണം. നിങ്ങൾ ആ ജോലി പോയി ജോയിൻ ചെയ്യണമെന്നില്ല. ഹവെവർ യു നീഡ് ടു നോ വാട്ട് ഈസ് യുവർ വാല്യൂ. അതിനുവേണ്ടി ഞാൻ എന്റെ മാനേജറോട് പറഞ്ഞിട്ട് ഞാൻ പോകും, എല്ലാ ഇന്റർവ്യൂവിലും പങ്കെടുക്കും. അപ്പോൾ ഞാൻ ഒരു 15 മിനിറ്റിനുള്ളിൽ ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും, ഇന്റർവ്യൂ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. അവർക്ക് പിന്നെ ചോദ്യങ്ങൾ ഉണ്ടാവില്ല ഇങ്ങോട്ട്, മനസ്സിലാണ്ട. സോ യു ഹാവ് ടു വർക്ക് ഇൻ ദാറ്റ് വേ. എനിക്ക് പല ഇന്റർവ്യൂ ഇപ്പൊ ചിലർ ചോദിക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും വിത്ത് യുവർ എക്സ്പീരിയൻസ്. എനിക്കറിയാം, എന്നോട് പ്രസന്റേഷൻ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് 1 മണിക്കൂർ തന്നിട്ട് പവർ പോയിന്റ് പ്രസന്റേഷൻ ഞാൻ പവർ പോയിന്റിൽ എക്സ്പെർട്ടാണ്, പക്ഷെ ഞാൻ പവർ പോയിന്റ് ചെയ്തില്ല. ഞാൻ ചെയ്യാതെ അവിടെ എനിക്ക് 1 മണിക്കൂർ ഞാൻ പവർ പോയിന്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇന്റർവ്യൂ ഹാളിൽ പോയപ്പോ ഒരു പാനൽ ഉണ്ട്, അവിടെ പാനൽ വെച്ച് എന്നോട് പവർ പോയിന്റ് എവിടെ വെച്ചു. ഞാൻ പറഞ്ഞു പവർ പോയിന്റ് വേണമെന്നുണ്ടോ, കറണ്ട് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ വെച്ചു. മുണ്ടിയിൽ ഒരാൾ കറണ്ട് ഇല്ലെങ്കിൽ, ഇപ്പൊ ഞാനിപ്പോ പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പവർ പോയിന്റിന് വേണ്ടിട്ട് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു. അവർക്കൊന്നും പറയാൻ പറ്റില്ല. പവർ പോയിന്റ് ഇത് പ്രൊജക്ടർ സ്വിച്ച് ഓഫ് ചെയ്ത് ഞാൻ ടോക്ക് ടു യു ആൻഡ് കണക്ട് വിത്ത്. ഞാൻ ഇരുന്നുകൊണ്ട് ഞാൻ സംസാരിച്ച് അവരെ കൊണ്ട് കണക്ട് ചെയ്യിപ്പിച്ച് കൺവിൻസ് ചെയ്യിച്ചു. അതായത് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ട്, നിങ്ങൾക്ക് പവർ പോയിന്റ് ആവശ്യമില്ല. ഇപ്പൊ ഞാൻ ഈ സംസാരിക്കാൻ പവർ പോയിന്റ് ആവശ്യമുണ്ട് ഇല്ലല്ലോ, ഞാൻ സംസാരിക്കില്ല, നിങ്ങളോട് കണക്ട് ചെയ്യണില്ലേ. കണക്ഷൻ ആണ് ഇമ്പോർട്ടന്റ്. അതേപോലെ ടീച്ചർമാരെ കണ്ട് പേടിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ഞാൻ ഇന്റർവ്യൂ പോകുമ്പോൾ എനിക്ക് പേടിയുണ്ടാവും, മനസ്സിലായില്ല. ആ പേടി ഞാൻ ചെറുപ്പത്തിലെ വളർത്തിയിട്ടുള്ള പേടിയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ അച്ഛനെ പോയി കാണാം, ചിലവരുടെ അച്ഛന്മാരുടെ അടുത്തേക്ക് പോയില്ല. പണ്ടത്തെ തലമുറയാണ് അച്ഛന്മാരുടെ അടുത്തേക്ക് പോയില്ല, കാരണം അച്ഛൻ വെറും അടീന്റെ ആളായിരിക്കും. അപ്പോഴാണ് നമ്മൾ അപ്പോഴാണ് റെക്കമെൻഡേഷൻ. അമ്മേന്റെ അടുത്ത് കൂടെ പോയിട്ട് അച്ഛൻ്റെ അടുത്ത് പോയില്ല. ഒരു സൈക്കിൾ വേണമെന്നുണ്ടെങ്കിൽ, ഒരു സിനിമക്ക് പോകണമെന്നുണ്ടെങ്കിൽ അമ്മേനെ ആദ്യം പോയി സോപ്പ് ഇട്ട് അമ്മേന്റെ സാരിയൊക്കെ ഒന്ന് പിടിച്ചിട്ടായിരിക്കും പിന്നെ അച്ഛൻ്റെ അടുത്ത് പോയില്ല. വായ്, പക്ഷെ അതാണ്, അങ്ങനെയാണ്. സോ ഇപ്പോഴത്തെ അച്ഛന്മാര് ഇപ്പോഴത്തെ അമ്മമാര് മാറി. അപ്പൊ അതിന്റെ കാരണം കുട്ടികളുടെ ആ ഫ്രീഡം അവര് അച്ഛനെ അമ്മനെ ചിലപ്പോൾ ഫ്രണ്ട് എന്ന ലെവലിൽ കാണുന്നത്. എന്റെ മക്കളുടെ അങ്ങനെ കാണുന്നത്. വായ്, അവർക്ക് റെസ്പെക്ട് ഉണ്ട്. റെസ്പെക്ട് നിങ്ങൾ പിടിച്ചു വെക്കുമ്പോഴാണ് റെസ്പെക്ട് പോലെ. അവർക്ക് ആ റെസ്പെക്റ്റും കൊടുക്കുക, അവർക്ക് ആ ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരാനുള്ള ഒരുപാട് ചാൻസ്. സെയിം തിങ് ദാറ്റ് അപ്ലൈസ് ഇൻ ദ സ്കൂൾസ് ആൻഡ് കോളേജസ്, അക്കാഡമീസ്. അത് അവിടെ തന്നെ വളർത്തി വരുന്നത്. നമ്മൾ എപ്പോഴും പറഞ്ഞത്, നമ്മൾ ആനന്റെ കഥ കെട്ടണം, ആനനെ എന്താണ് ചങ്ങല കൊണ്ട് കെട്ടി പിന്നീട് ആന കയറുകൊണ്ട് കെട്ടി, കണ്ടീഷനിങ്. അത് ആ കണ്ടീഷനിങ് ആണ്. ഇപ്പം അനീഷ് പറഞ്ഞതൊക്കെ കംപ്ലീറ്റ് കണ്ടീഷനിങ്. എക്സാമിനേഷൻസ് കണ്ടീഷനിങ്. Okay, fear develop. Fear is nothing but an emotion that appears real. Fear is an emotion that appears real, nothing else. അപ്പൊ അതിന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഒരു ടീച്ചേഴ്സ് മീറ്റിംഗ് ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം ഓക്കെ, നാളെ എനിക്ക് ടീച്ചേഴ്സിനായിട്ട് മീറ്റിംഗ് ഉണ്ട്. ടീച്ചർ, സോ വാട്ട് ഈസ് ഹാപ്പനിങ്, ടീച്ചർ എനിക്കാണ് റൈറ്റ് തരുന്നത്. എനിക്ക് ഡെവലപ്പ് ചെയ്യാനും എന്റെ അവയർനെസ് സെൽഫ് ഐഡന്റിഫൈ ചെയ്യാനും എവിടേക്ക് എനിക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ടീച്ചറാണ് എന്നെ അംഗീകരിക്കുക ചെയ്യണം. ടീച്ചർ മനസ്സിലല്ലേ? അത് അവിടെ എന്റെ മൈൻഡ് സെറ്റ് കംപ്ലീറ്റ് മാറിപ്പോകും. അവിടെയാണ് നിങ്ങൾ ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് വരുന്നത്. മറ്റേതാണ് നിങ്ങൾ ഫിക്സ് മൈൻഡ് സെറ്റ് ആയി മാറി. ഏത് ടീച്ചറിനെ കണ്ടാലും പേടി, ഏത് ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ പേടി, നാളെ നിങ്ങൾക്ക് എന്താണ് ഒരു പ്രസന്റേഷൻ നടത്താൻ എന്ന് പറയുമ്പോൾ പേടി, സ്റ്റേജിൽ പോയി സംസാരിക്കുന്ന പേടി. ഈ പേടി ഡെവലപ്പ് ചെയ്യാൻ എന്താണ്, നിങ്ങൾ ഫിക്സ് മൈൻഡ് സെറ്റ് ഓൾറെഡി ചെറുപ്പത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞു. മനസ്സിലായി അനീഷ്? Okay, good. So thank you very much. Thanks a lot. Okay, എല്ലാവർക്കും മനസ്സിലായി crystal clear. CC in the type, yeah, but I know that you got what I said. If you understood what I mentioned right now, just type CC. Okay, good. Thank you very much. Let's move on to the next caller, please. Most important challenges. Okay, please. Okay. Yes, please. എന്താണ് പേര്, എവിടുന്നാ വിളിക്കുന്നത്? അൽത്താഫ്. നേരത്തെ വിളിച്ച അൽത്താഫ് തന്നെയാണോ? അതന്നെ. ഓക്കെ, പറഞ്ഞോളൂ. മൈൻഡ് സെറ്റും ആറ്റിറ്റ്യൂഡും തമ്മിലുള്ള വ്യത്യാസമാണ്. മൈൻഡ് സെറ്റും ആറ്റിറ്റ്യൂഡ്. ഓക്കെ, മൈൻഡ് സെറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വളരാനുള്ള മൈൻഡ് സെറ്റ്, ഓക്കെ, അല്ലെങ്കിൽ വളരാതെ ഇരിക്കാനുള്ള മൈൻഡ് സെറ്റ്. ഓക്കെ, വളരാനുള്ള മൈൻഡ് സെറ്റ് നമ്മൾ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ റിച്ച് മൈൻഡ് സെറ്റ് എന്ന് പറയും.
മനസ്സിലല്ലേ? മറ്റേന്ന് വെച്ചാല് എന്തിലും നമ്മൾ അത് പറ്റൂല എന്നുള്ള തോന്നല്, അതായത് എനിക്ക് പറ്റില്ല എന്നുള്ള തോന്നല്, ഓക്കെ എനിക്ക് പറ്റില്ല എന്നുള്ള തോന്നൽ, അതിനാണ് നമ്മൾ ഫിക്സ് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ പൂവർ മൈൻഡ് സെറ്റ് എന്ന് പറയാം. മറ്റേതാണെങ്കിൽ ആദ്യം പറഞ്ഞത് ഗ്രോത്ത് മൈൻഡ് സെറ്റ്, അതായത് എന്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും, എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു വിശ്വാസം, നേടിയെടുക്കാൻ പറ്റുന്ന വിശ്വാസം. യു വിത്ത് മീ? മറ്റേന്ന് വെച്ചാൽ എന്ത് പറയുമ്പോൾ അതിനെ കൊണ്ട് പറ്റില്ല എന്നുള്ള ആ ഒരു വിശ്വാസം, ആ ബിലീഫ് ഉണ്ടല്ലോ, അതിന് നമ്മൾ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞില്ല. വെരി സിമ്പിൾ ആയി ഞാൻ പറഞ്ഞു. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു വ്യക്തി ചെയ്യൂല എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങളൊരു കാര്യം, നിങ്ങളൊരു മാനേജർ അല്ലെങ്കിൽ നിങ്ങൾ ഒരു കമ്പനിയുടെ മാനേജർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങളൊരു വ്യക്തി ഒരു കാര്യം ഒരു വ്യക്തിനോട് ചെയ്യാൻ പറഞ്ഞു എന്ന് വിചാരിക്കാം. ആ വ്യക്തി പറയാണ് ഞാൻ ചെയ്യൂല. ഓക്കെ, മറ്റൊരു വ്യക്തി പറയാം എനിക്ക് അറിയില്ല. ഓക്കെ, രണ്ട് വ്യക്തികളെ ഇവിടെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അൽത്താഫ്, മനസ്സിലാവണ്ട? ആദ്യത്തെ വ്യക്തി അറിയില്ല എന്ന് പറയുന്നത് വിചാരിക്കുക. ആദ്യത്തെ വ്യക്തി എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞ് എനിക്ക് അറിയില്ല. രണ്ടാമത്തെ വ്യക്തി പറഞ്ഞ് ഞാൻ ചെയ്യില്ല. രണ്ട് വ്യത്യാസം ഉണ്ടോ? ഓക്കെ, ആദ്യത്തെ വ്യക്തി അറിയില്ല എന്ന് പറഞ്ഞ വ്യക്തിക്ക് അവിടെ ഗ്യാപ്പ് എന്താണ്? എന്തിന്റെ ഗ്യാപ്പാണുള്ളത് അവിടെ? എക്സാക്ട്ലി കറക്റ്റ്, നോളജിന്റെ ഗ്യാപ്പാണ് അവിടെ ഉള്ളത്. അപ്പൊ നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കർത്തവ്യം അല്ലെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്നുള്ള ആ വ്യക്തിക്ക് പഠിപ്പിച്ചു കൊടുക്കാന്നുള്ള. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ വ്യക്തിനെ എടുക്കാം. ആ വ്യക്തി എന്താ പറഞ്ഞത്? ചെയ്യില്ല. അവിടെ ചെയ്യില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കണം എന്തുകൊണ്ടാണെന്നുള്ളത്. am I right? എന്താ കാരണം അറിയണല്ലോ. അല്ലെ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോലല്ലോ. നിങ്ങളൊരു മാനേജറാണ്, നിങ്ങൾ അറിയണല്ലോ എന്താ കാരണം എന്നല്ലേ. ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാരണങ്ങൾ ഉണ്ടാവാം. ഓക്കെ, രണ്ട് കാരണം. ഒന്ന് ആറ്റിറ്റ്യൂഡാണ്, ഞാൻ ഇതിന് ചെയ്യണം, മറ്റുള്ളവരില്ലേ എനിക്ക് അതിനുള്ള ശമ്പളം തരുന്നില്ലല്ലോ. മനസ്സിലായോ? അതിനാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയാം. എത്ര പേർക്ക് അത് മനസ്സിലായി? ഗോ ഇൻ ടൈപ്പ് എ. മനസ്സിലായോ? അതായത് രണ്ട് കാരണങ്ങൾ ഉണ്ടാവാം, രണ്ടാമത്തെ വ്യക്തിക്ക് രണ്ട് കാരണങ്ങൾ ഉണ്ടാവാം. ആദ്യത്തെ കാരണം ആ വ്യക്തി പറഞ്ഞു ഞാൻ എന്തിനു ചെയ്യണം, എനിക്ക് അതിനുള്ള ശമ്പളം അല്ലല്ലോ തരുന്നത്, ഞാൻ എന്തിന് 6 മണിക്ക് ശേഷം ഇവിടെ നിൽക്കണം, 6 മണി വരെയുള്ള ശമ്പളം അല്ലല്ലോ എനിക്ക് തരുന്നത്. മനസ്സിലായില്ലേ? അത് നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയും. ഓക്കെ, ഇനി ആ വ്യക്തിനോട് ഈ ചോദ്യം ചോദിക്കുക എന്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാള് പറയാണ് അത് എന്റെ വിശ്വാസങ്ങൾക്ക് എതിരാണ്. മനസ്സിലായോ? ഞാനത് ചെയ്യാത്തത്, ഉദാഹരണത്തിന് ഈ വ്യക്തിനോട് നിങ്ങൾ ഇന്നൊരു പാർട്ടി ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇന്ന് രാത്രി ഒരു പാർട്ടി എന്ന് വിചാരിക്കുക. അത് നിങ്ങളൊരു ബാറിൽ വെച്ചിട്ട് ഒരു പാർട്ടിയാന്ന് വിചാരിക്കുക. മനസ്സിലാവുണ്ടോ? ഒരു പബ്ബിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ബാറിൽ വെച്ചിട്ടോ പാർട്ടിയാന്ന് വിചാരിക്കുക. ഈ വ്യക്തിനോട് വരാൻ പറഞ്ഞു. ഓക്കെ, ആദ്യത്തെ വ്യക്തിന്റെ കാര്യം കഴിഞ്ഞു കേട്ടോ, ആറ്റിറ്റ്യൂഡിന്റെ കാര്യം കഴിഞ്ഞു. ഈ ഒരു വ്യക്തിനോട് വരാൻ പറഞ്ഞപ്പോ ഇയാൾ പറഞ്ഞു ഞാൻ വരില്ല എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ചോദിക്കുക എന്തുകൊണ്ട് വരാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾ പറയും എന്റെ വാല്യൂക്ക് എതിരാണത്. മനസ്സിലായോ? എന്റെ വിശ്വാസങ്ങളുടെ എന്റെ ബിലീഫ്സിനും എതിരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ വ്യക്തിനെ റെസ്പെക്ട് ചെയ്യണം. മനസ്സിലാവുണ്ടോ? അതിനാണ് നമ്മൾ കോർ വാല്യൂ എന്ന് പറയല്. അപ്പൊ ഒരു വ്യക്തി ഞാൻ അത് ചെയ്യൂല എന്ന് പറയണ്ടെങ്കിൽ അതിന് രണ്ട് കാരണങ്ങളുണ്ടാവാം. ഒന്ന് ആറ്റിറ്റ്യൂഡിന്റെ കാരണമാവാം, ഒന്ന് വാല്യൂ കാരണങ്ങളാവാം. എത്ര പേർക്ക് അത് മനസ്സിലായി? എ ആൻഡ് ബി എന്ന് ടൈപ്പ് ചെയ്യാം. രണ്ട് കാരണങ്ങളുണ്ടാവാം. അപ്പൊ നിങ്ങൾ ആസ് എ ലീഡർ നിങ്ങൾക്ക് മനസ്സിലായി ആറ്റിറ്റ്യൂഡിന്റെ കാരണം ഇയാൾ ചെയ്യൂല വരില്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാല്യൂ കാരണമാണ്. വാല്യൂ കാരണമാണെങ്കിൽ അയാളെ റെസ്പെക്ട് ചെയ്യണം. നിങ്ങൾ അയാളെ റെസ്പെക്ട് അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം അതിന്ന് മാറാൻ അയാൾ തയ്യാറല്ല, മാറണ്ട. മനസ്സിലായില്ലേ? കാരണം അയാൾ കോർ വാല്യൂ, നിങ്ങൾ ആ കോർ വാല്യൂ ഒരിക്കലും തകർക്കാൻ പോരുത്. മനസ്സിലായേ? മറ്റതാണെങ്കിൽ നിങ്ങൾ ശരിക്കും ആലോചിക്കണം ഇയാൾ ഇനി മുമ്പോട്ട് പോണോ വേണ്ടെന്നുള്ള ആലോചിക്കാനുള്ള ടൈം വഹിക്കണം നിങ്ങൾക്ക്. റൈറ്റ്? ആൻസർ ചെയ്താൽ ഞാൻ. അപ്പൊ ഇത് രണ്ട് വ്യത്യാസമുണ്ട്, മൈൻഡ് സെറ്റ് വ്യത്യാസമുണ്ട്, ആറ്റിറ്റ്യൂഡിന് വ്യത്യാസമുണ്ട്. My pleasure. Next question, please. Anyone? I got 32 minutes. Hello, Sensei. Yes, please. Name and where are you from? എന്റെ പേര് റഫി എന്നാണ്. Sorry, once again. Rafi, okay. അബ്ദുൾ റഫി. Okay. എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ വിളിക്കുന്നത് ദുബായിൽ നിന്നാണ്. Okay, പറഞ്ഞോളൂ. എനിക്ക് പേഴ്സണൽ ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാനുള്ളത്. Okay. ഞാൻ ദുബായില് ഞാനിപ്പോ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യാണ്, സെയിൽസ് റോളിലാണ്. ഓൾമോസ്റ്റ് 15 ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോ ലാസ്റ്റ് ഒരു 4-5 ഇയേഴ്സ് ആയിട്ട് ഞാനൊരു റീസണബിളി ഒരു സീനിയർ റോളിലാണ്, നോട്ട് മാനേജ്മെന്റ് ബട്ട് സീനിയർ സെയിൽസ് എന്നുള്ള റോളിലാണ്.
അപ്പൊ റീസെന്റ് ഞാൻ ഇങ്ങനെ സ്വയം ഐ സ്റ്റാർട്ടഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് മൈസെൽഫ് ലൈക്ക് വേർ മൈ ഗ്രോത്ത് ഇസ് ആൻഡ് വേർ ഐ വാണ്ട് ടു ബി ആൻഡ് ഓൾ ദോസ് അങ്ങനെ ഞാൻ ചോദിക്കാൻ തുടങ്ങി. അപ്പോ അപ്പൊ ഞാൻ നോട്ടീസ് ചെയ്തു ലൈക്ക് ഒരു ലാസ്റ്റ് 4-5 ഇയേഴ്സിൽ എന്റെ ഒരു കരിയറിൽ അങ്ങനെ ഒരു വലിയൊരു പ്രോഗ്രഷൻ ഉണ്ടായിട്ടില്ല. ഐ മീൻ കമ്പനി നല്ലതാണ്, എവറിഥിങ് ഇസ് ഗുഡ്, ഐ ആം റീസണബിളി പെർഫോമിംഗ് വെൽ, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ദെൻ ഞാനിങ്ങനെ സ്വയം ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി. ആൻഡ് ദെൻ ഐ നോട്ടീസ് ദാറ്റ് ലൈക്ക് എനിക്ക് ഇതിലും മുകളിലേക്ക് പ്രോഗ്രസ് ചെയ്യാനുള്ള ഒരു ഇന്റൻഷൻ കുറവായിട്ട് ഞാൻ നോട്ടീസ് ചെയ്തു. അപ്പോ എനിക്ക് തോന്നുന്നു എനിക്ക് എന്റെ ഈ പ്രൊഫഷനിലും അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്നതിൽ എന്തോ ഒരു ഡിസ്കണക്ഷൻ ഒരു ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. പിന്നെ ഞാനിങ്ങനെ എന്റേതായ രീതിയിൽ ഞാനിങ്ങനെ വേറെ ഈ സെൽഫ് ഡെവലപ്മെന്റ് മോട്ടിവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും അങ്ങനെ ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ച് കുറച്ച് പല ആക്ടിവിറ്റീസിലൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോ പക്ഷെ ഇപ്പോഴും ഒരു ക്ലാരിറ്റി കുറവുണ്ട്. ആൻഡ് എനിക്ക് അപ്പൊ ഈ ഒരു പ്രോസസ് ഒന്ന് ആക്സിലറേറ്റ് ചെയ്യാൻ, ഐ മീൻ ഐ ഡോണ്ട് നോ, ഞാനിതിപ്പോ അതിന്റെ കറക്റ്റ് സ്പീഡിലാണോ ഇനിയും കൂടുതൽ ചെയ്യാനുണ്ടോ അതോ എങ്ങനെ, കുറച്ച് ഡൗട്ട് ഉണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ ഈ ഒരു ഐ തിങ്ക് ഒരു പർപ്പസ് ഫൈൻഡിങ് പോലത്തെ ഒരു സിറ്റുവേഷനിലാണ്. ഈ ഒരു പ്രോസസ്സ് ആക്സിലറേറ്റ് ചെയ്യാൻ ഉള്ള ഒരു ഗൈഡൻസ് എങ്ങനെയായിരിക്കും? ഞാൻ എന്തെങ്കിലും ഒരു ഡയറക്റ്റ് കോച്ചിങ്ങിൽ പോകണോ അതോ ഐ മീൻ അതല്ലാതെ എന്തെങ്കിലും എനിക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം കേട്ടാ കൊള്ളാമെന്നുണ്ട്. തീർച്ചയായും. Thank you very much, Rafi, for asking this question. Number one, നിങ്ങൾ പറഞ്ഞത് that means you are in the construction company, especially you're there in the sales for last 15 years of experience. 4 to 5 years you're doing the self-assessment, that is whether you're growing or not. You're not in a managerial position, you're in a senior position. However, progress undo illa nokkumbol you don't have a steep progress. That's what you mentioned. Avadana ningal acceleration ennulla pada use cheyyala karanam. So you found that you have been a little bit slowed down, and then you started watching motivation or reading or watching motivational videos and so forth. But ningalku development illa illa adalla question. അതെ ആക്സിലറേഷന്റെ ഒരു കേസിലാണ് എനിക്ക് സ്വയം, ഐ മീൻ ഞാൻ ടേക്കിംഗ് സ്റ്റെപ്സ്, ഇതൊക്കെ വീഡിയോ ഒക്കെ വാച്ച് ചെയ്യേണ്ട ചെറിയ സ്റ്റെപ്സ് എടുക്കുന്നുണ്ട്. ബട്ട് ഇപ്പോഴും ഒരു ക്ലാരിറ്റി 100% ഇല്ല. ഐ മീൻ ബിക്കോസ് നമ്മൾ എപ്പോഴും ഒരു ജോബിൽ വെക്കുമ്പോൾ അതിന്റെ ഒരു കംഫർട്ട് സോൺ ഉണ്ട്. സോ ഐ ഡോണ്ട് നോ ഇഫ് ഇത് പക്ഷെ അങ്ങനെ സ്റ്റെപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫുൾ പാത്ത് എന്റെ മുമ്പിലില്ല. അപ്പോ ഇപ്പൊ ഇതിന്റെ ഒരു ഷാർപ്പായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി എന്റെ ഈ കരിയറിലുള്ള ഒരു പ്രോഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു മാനേജർ ആവാന്നുള്ളതാണ്. പക്ഷെ സംവെയർ എനിക്ക് അങ്ങനെ ഒരു മാനേജർ ആവാനുള്ള ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം എന്റെ പ്രൊഫഷനിലും ഞാൻ എവിടെയാണെങ്കിലും എനിക്ക് ബെസ്റ്റ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പോ ഈ നെക്സ്റ്റ് ലെവലിലേക്ക് സ്കെയിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹം എന്നിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഈ കമ്പനിയോട് കൊടുക്കാമെന്ന കോൺട്രിബ്യൂഷനും ഒരു മീഡിയോക്കർ ലെവലിൽ തന്നെയാണ് പോകുന്നത്. അപ്പോ ഈ ഒരു ഫേസിലാണ്. സോ അവിടെയാണ് ഞാൻ ഇങ്ങനെ ഒരു സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു ഫോർ ഷെയറിംഗ്. ഇത് ഈ ഒരു ഫേസിൽ പോകുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. You're not the first one. Okay. For me, it's very easy to tell about this because a lot of people can. You said that for 15 years you are there. Same organization on a work in the just organization on a work. അല്ല, ഞാൻ ഇതിന് ഒരു every 3-4 years ഞാൻ ഇത് മാറിയിട്ടുണ്ട്. ചെറിയ ഒരു പ്രോഗ്രഷൻസ് അങ്ങനെ ആയില്ല. പക്ഷേ not in the same organization. Not in the same organization. അത് നമ്മൾ ഒരേ സാധനം നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ automatically our passion goes down. That is normal. Okay, the passion goes down. And ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പ്രോഗ്രഷൻ, നിങ്ങളിപ്പോ 3 വർഷം ഒരു കമ്പനി വർക്ക് ചെയ്തു, പിന്നെ അടുത്ത 3 വർഷം നിങ്ങൾ പറഞ്ഞ എല്ലാ 3 വർഷം വർക്ക് ചെയ്തതിന് ചുരുങ്ങി 5 കമ്പനി നിന്ന് ഇപ്പൊ വർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ 5 വർക്ക് ചെയ്യുമ്പോൾ ലെറ്റ്സ് സേ ഇവിടെയാണ് നിങ്ങൾ ആദ്യത്തെ ലെറ്റ്സ് സേ ദിസ് ഇസ് യുവർ സാലറി പാക്കേജ് എന്ന് വിചാരിക്കുക. നിങ്ങൾ ഇന്ന് മൂവ് ചെയ്യാനുള്ള മറ്റൊരു ബി തന്നെ കമ്പനിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുന്ന ഫാക്ടേഴ്സ്, നിങ്ങളുടെ ബെനിഫിറ്റ്സ് നോക്കും, നിങ്ങളുടെ പുതിയ സ്കെയിൽ എന്താണെന്ന് നോക്കും, വാട്ട് ഇസ് യുവർ പാക്കേജ് നോക്കും. ലെറ്റ്സ് പുട്ട് ഇൻ ദാറ്റ് വേ. അപ്പൊ ലെറ്റ്സ് സേ ഇവിടെ നിങ്ങൾക്ക് 1 lakh rupees തരുന്നത് വിചാരിക്കുക. Okay, the first company is giving you 1 lakh. The second company has offered you 1.5 lakh എന്ന് വിചാരിക്കുക. Okay, so now you took a jump. നിങ്ങൾ ഈ കമ്പനിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ മാസം നിങ്ങൾക്ക് ഹാപ്പി ആയിരിക്കും. Why? Because you are getting more than what you used to get in the previous companies. Right? പക്ഷെ ആ ഹാപ്പിനെസ് ഒരിക്കലും അവിടെ നിൽക്കാൻ പോകുന്നില്ല. കുറച്ച് കഴിഞ്ഞാൽ ഒരു 3 മാസം കഴിഞ്ഞാൽ ഹാപ്പിനെസ് പോയി നിങ്ങൾക്ക് പണ്ട് കിട്ടിയെന്ന 1 lakh എങ്ങനെ കിട്ടും ആ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തും. Right? പിന്നെ അവന് ഹാപ്പിനെസ് ഇല്ല. ഹാപ്പിനെസ് ഉണ്ടാവണമെങ്കിൽ ഒരു സാധനം ഉണ്ടാവണം.
ഒരു സാധനം നിർബന്ധമായിട്ട് ആ സാധനത്തിന്റെ പേരാണ് നമ്മൾ ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ. ആ സാധനം ഉണ്ടെങ്കിൽ ആ ഗോൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഗ്രോ ചെയ്യുള്ളൂ. 100%. ഓക്കെ, ഒരു ഉദാഹരണം പറയാം. എത്ര വെയിറ്റ് എത്ര ഉണ്ട്? വെയിറ്റ് 76. ഓക്കെ, എത്ര ഹൈറ്റ് എത്ര ഉണ്ട്? എത്ര സെന്റിമീറ്ററാ? 176 centimeter. 176 and and your weight is 76. Yeah. Okay, that's a good weight. Okay, that's a good weight. Okay. That means that's a good one, correct one. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങൾക്ക് വെയിറ്റ് ഓവർ വെയിറ്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങൾ ഓവർ വെയിറ്റ് ആണെന്ന് വിചാരിച്ചു നിങ്ങൾ വീഡിയോ കണ്ടെന്ന് വിചാരിച്ചു നിങ്ങൾ വെയിറ്റ് കുറയോ? ഇല്ല. Am I right? Similarly, നിങ്ങൾ ഏത് മോട്ടിവേഷൻ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് കാര്യമില്ല until otherwise you put that into action. Action ഉണ്ടെങ്കിൽ there must be fire in your back. Action എടുക്കണമെങ്കിൽ there should be fire in your back, just like a rocket. Am I right? A rocket അതുകൊണ്ടാണ് അത്ര സ്പീഡിൽ പോകുന്നത്. കാരണം you should be having the fire, and to have the fire you must be having a goal. Okay. And only when you have a goal then that you have a growth. Am I right? നിങ്ങളുടെ purpose നല്ലതാണ് അവിടെ. നിങ്ങൾ പറഞ്ഞ I want to contribute something. നിങ്ങൾ പറഞ്ഞത് I want to contribute something. Okay, but at the same time you're not growing. Correct. Am I right? So you're not growing. Now in നിങ്ങളുടെ കമ്പനിയിൽ whatever company it is, നിങ്ങൾ പറഞ്ഞ കൺസ്ട്രക്ഷൻ കമ്പനി അവിടെ നിങ്ങൾക്ക് KPI സെറ്റ് ചെയ്തിട്ടുണ്ടോ? അതുണ്ട്. ഓക്കെ, ആ KPI എല്ലാ 3 മാസം ചെക്ക് ചെയ്യലുണ്ടോ? റിവ്യൂ ഉണ്ട്. നമ്മളൊരു സെയിൽസ് ഓർഗനൈസേഷൻ, അപ്പൊ the numbers are always being tracked. അപ്പൊ ആ ഒരു റിവ്യൂ പീരിയോഡിക് ആയിട്ടുണ്ട്. ഓക്കെ, നമ്പർ it's not only about the number. അവിടെയാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് വരുന്നത്. It's not about the numbers, because you are a human being. There's blood which is flowing inside your veins. Is that right? Oh, correct. It's not about the money part, because other organizational chain sales target എന്നൊക്കെ പറയുന്നതാണ്. അപ്പൊ നിങ്ങളുടെ ബാക്കിലുള്ള EQs അവർ നോക്കണില്ല. What is the emotion that you're going through? അത് നോക്കണില്ല. So your question, the sales part is just few percent. The other one, the major part is that only if the other side of you is good, only then you can bring result. Correct. Yeah. It's not about the sales. ചിലപ്പോൾ നിങ്ങൾ സെയിൽസ് ചിലപ്പോൾ ഈ ഒരു മാസം നല്ലതായിരിക്കും, ഈ ക്വാർട്ടറിൽ ചിലപ്പോൾ നല്ലതായിരിക്കും, സെക്കൻഡ് ക്വാർട്ടറിൽ ചിലപ്പോൾ നിങ്ങൾ ഡിമിഷ് ചെയ്തിട്ടുണ്ടാവും. It's not because you're not a good salesperson, because you have been in the business for last 15 years. It could be something else which is affecting you. Correct. It could be the weather, it could be the climate, it could be the time, it could be the family, it could be your health, it could be many things. Correct. Am I right? So if all things come together, only then you will have the motivation to move forward. Agree. Yep. Okay, if everything is there, then you will have the motivation to move forward. Otherwise you become just like what you were doing, what you have been doing 15 years back. That's exactly what you're doing right now. 15 years back you were selling something, and even now you're selling something. Is that right? You're doing the same job. So once you keep on doing it's a monotonous action you're doing. So you won't be having that sort of pleasure. Now let me ask you a question. Every day morning, രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബെഡ് ഉണ്ടല്ലോ, does it pull you or push you on a weekday? Actually recently കുറച്ച് പോസിറ്റീവ് ആണ്, because I now when I wake up I don't think about my job, and I just focus about myself and all other possibilities and all that. അപ്പൊ അതുകൊണ്ട് but if you ask me about the job, എനിക്ക് ജോബിൽ എനിക്ക് അത്ര പുള്ളില്ല. അതൊരു ട്രൂത്ത് ആണ്, and I don't like saying it to be honest. കാരണം അത് അത്ര കുറച്ച് ഡിഫീറ്റിംഗ് ആണ് സെൽഫ്. അപ്പൊ പക്ഷേ but the thing is ബാക്കിയുള്ള ആസ്പെക്ടിൽ I try to pay ഇത്. അപ്പൊ ആ ഒരു രീതിയിൽ recently maybe since 6-7 months I wake up with a positive mindset, and I do the best what I can എന്നുള്ള രീതിയിൽ പോകുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ see what the biggest thing, Rafi, the biggest thing that you have to know is self appreciation. That's very important. Self appreciation, that is how you can appreciate yourself. So this is one technique you can do. Okay, one technique. Every day when you come back, you have to write your accomplishment list. An accomplishment list is a reverse engineering of what you've done. Okay. It's not the list that what you're going to do the next day, or what is that you're going to achieve the next day. An accomplishment list, or you can call it as a fulfillment list. List or an accomplishment list. That is you have accomplished that.
It's not that Correct. you're gonna get something from your company. The company maybe is not going to appreciate you. You're not going to Yeah. bother about all those things. നിങ്ങളുടെ സെൽഫായിട്ടുള്ള ഒരു അക്കംപ്ലിഷ്മെന്റ് ലിസ്റ്റ് അല്ലെങ്കിൽ ഫുൾഫിൽമെന്റ് ലിസ്റ്റ്. എല്ലാവരും അവിടെ FF ലിസ്റ്റ് ചെയ്ത എല്ലാവരും those who are there. FF list is a fulfillment list. You prepare that and say, okay, I did these 3 things. I'm happy. Close the book, sleep. Okay. Okay. So that will help you to that will help you to tell yourself that you are okay and you're fine and you're moving forward. Because sometimes organization is that you don't get the push from the organization. So automatically what happens, you don't have the push. Though you have a purpose, but you don't have the push either from the company, from the organization, from your team leader. And then automatically you don't have that. ചിലരൊക്കെ ഓഫീസിൽ പോകാന്ന് വെച്ചാൽ തന്നെ ഏറ്റവും വെറുക്കണ കാര്യമാണ്. ഓഫീസിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഏറ്റവും വെറുക്കണ കാര്യമാണ്. So therefore you have to ask yourself and then move forward. Coaching is good. Coaching is good as long as you want to grow. Then coaching is good. When you think that there are certain areas in you which you want to grow and develop, then definitely one-to-one coaching is a very good tool. However, if you apply this and see how it's working, and if it's good, then you're on the right track. Okay. Good. Right? Yeah. Okay. Only then, administration matrane. If you want to accelerate your business or your strength, or if you want to exponential growth, only after that. Okay. The growth, the first is the growth part. Only you have to move slow. Only then you can speed up. Is that correct? That's when you can scale up. Am I right? I agree. So before you scale up, make sure that you are convincing yourself that you're okay to scale up. Let's talk from the sales perspective. ഒരിക്കലും നിങ്ങളുടെ sales നിങ്ങൾക്ക് scale up ചെയ്യുന്നുണ്ടെങ്കിൽ you have to make sure the system is working properly. Am I right? Before the system is working properly, before your SOP or procedures are working properly, okay, let's scale up to another 80% and growth and all those things. Company അതേപോലെ വീഴുന്നു പോകും. Why? Because your foundation is not clear. Because once your foundation is clear, then you can scale up. Similarly, you have to apply the same system on you. Before you scale up, before you start growing at an exponential level, you have to ask yourself, my foundation is clear. Mentally, I'm okay. I'm coming back. I'm relaxed. After 3 months, I'll tell you, you'll change. Okay. Did I answer your question? Yeah. That really helped. I don't know if there is one bit I should mention again. Probably the start ചെയ്യുമ്പോൾ അത് മാറുമായിരിക്കും. എനിക്ക് ശരിക്കും പറഞ്ഞ ഈ ഒരു പ്രൊഫഷണൽ ലൈക്ക് I'm not really sure like if this is what exactly I want to do എന്നുള്ള ഒരു that's a big challenge. That's a big challenge. So now comes coaching. You've done a coaching. This is where you have to have a coach where you'll have to sit for around about 45 minutes. You can talk with Anish or Shamira here. You'll have to sit for 45 minutes and they will give you something called the Discovery Clarity Coaching. Okay. That will give a clear perspective about who you are and what you want to be, what is the best track. Okay. Okay, so therefore, okay, now that means you have to have clarity. Otherwise, you will be doing the same thing what you have done till now, and you'll get the same result even after 10 years. Correct. Yeah. It's just like spinning inside the washing machine. You got me? That's exactly how I feel as of now. You have to break through. Otherwise, you're going to break down. Okay, you're going to break down mentally, physically, spiritually, emotionally, financially. You'll break down. So that now, once you realize that, then you have to break through. And for breaking through, you need to have clarity. Okay. Right? Yep. Yeah. Thank you very much. Thanks a lot. I appreciate that. I wish you all the best. Thank you. Appreciate it. Yeah. My pleasure. Bye-bye. Next, please. We have got 17 minutes more. Hi, Sensi. Hello, is that Rashid? Yes. How are you? I'm good, Rashid. How are you doing? All well. Thank you so much. Good. So എനിക്കൊരു ചോദിക്കാനുള്ള കാര്യം നമ്മൾ ഗ്രോത്ത് സെറ്റിംഗ് ഇല്ലേ? ഗ്രോത്ത് സെറ്റിംഗ് നമ്മൾ എത്ര സമയമാകുമ്പോഴാണ് അത് റിവൈസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്ഡേറ്റ് ചെയ്യേണ്ട സമയം എങ്ങനെയാണ്? അതാണ് ക്വസ്റ്റ്യൻ. അത് നമ്മൾ അതെങ്ങനെ ഇവാലുവേഷൻ നടത്തുക? അതെങ്ങനെ നമ്മൾ ഹൗ ഡു വി ചെക്ക് ഇഫ് ഇറ്റ് ഈസ്
done, or if you have achieved it, or അല്ലെങ്കിൽ അതെങ്ങനെ ആ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എങ്ങനെ പോകുന്നത്? ഓക്കെ, ഇപ്പം റഷീദ് 2-3 വാക്കുകൾ ഇവിടെ ഉപയോഗിച്ചത്. സെറ്റിംഗ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചു, ഗ്രോത്ത് സെറ്റിംഗ് എന്നുള്ള വാക്ക് വിൻഡോ ഉപയോഗിച്ചു, ഗോൾ ഉപയോഗിച്ചു, പിന്നെ അച്ചീവ് എന്നുള്ള പദം യൂസ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇത് എപ്പോഴാണ് ഇത് ചെക്ക് ചെയ്യാന്ന് ചോദിച്ചു. Am I right? Yes. Now, ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ടൈം ഉണ്ടാവണം. Am I right? അതായത് a goal without a timeline is a dream, not a goal. കറക്റ്റ് അല്ലേ? ഒരു ഗോളിന് വെച്ചാൽ ഒരു ടൈം ഉണ്ടാവണം. അതിനാണ് നമ്മൾ SMART എന്ന് പോലെ, അതായത് സ്പെസിഫിക്, SM measurable, achievable, attainable, actionable, and SMARR is it has to be realistic and relevant, and T is time bound or timely. അപ്പൊ അതിന് ടൈം ഉണ്ടാവണം. ഒരു ഗോൾ വെച്ചാൽ അതിന് ടൈം ഉണ്ടാവണം അല്ലേ? അപ്പൊ നിങ്ങള് ലെറ്റ്സ് സേ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, 2 മാസം കൊണ്ട് 2 കിലോ കുറക്കണം എന്നുള്ള ഗോൾ സെറ്റ് ചെയ്യാൻ വെച്ചാൽ 2 മാസം കഴിയുമ്പോൾ നിങ്ങൾ പോയി വെയിങ് മെഷീനിൽ പോയി നിന്നിട്ട് നോക്കില്ല നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. Am I right? Yes. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഗോള്, നിങ്ങൾ ഒരു ഗോൾ വെച്ചാൽ ഒരു 100 മീറ്റർ ഓടാം, അതായത് ഇത്ര മിനിറ്റിന്റെ 100 മീറ്റർ ഓടാന്ന് വെച്ചാൽ അവിടെ ഒരു ഫൈനൽ പോയിന്റ് ഉണ്ട്. Am I right? Yes. ഓക്കെ, അതായത് ഫൈനൽ പോയിന്റ്, അതായത് 100 മീറ്റർ 1 മിനിറ്റിന്റെ ഉള്ളിൽ ഓടി തീർക്കാൻ വെച്ചാൽ നിങ്ങൾക്ക് 2 കാര്യം ഉണ്ട് അവിടെ, 2 പോയിന്റ്സ് ഉണ്ട്. ഒരു ക്വാണ്ടിഫൈങ് ഉണ്ട്. 1 is 100 മീറ്റർ എന്നുണ്ട്, രണ്ടാമത്തെ 1 മിനിറ്റ് എന്നുണ്ട്. അത് വേൾഡ് റെക്കോർഡ് ആണെങ്കിൽ. ഓക്കെ, സോ യു ഗോട്ട് 1 minute and 100 meters. Am I right? Yeah. അത് എത്തുന്നത് വരെ നിങ്ങൾ ഒരു ഫെയിലിംഗ്, യു ആർ ഫെയിലിംഗ്. ഓക്കെ, നിങ്ങൾ ആ 1 മിനിറ്റിന്റെ ഉള്ളിൽ, നിങ്ങൾ ലോക റെക്കോർഡ് 1 മിനിറ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ 1 മിനിറ്റിന് മുമ്പ്, അതായത് 60 മിനിറ്റ്സിന് താഴെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ വിജയിക്കണുള്ളൂ. Am I right? അത് 60 മിനിറ്റിന്റെ ഉള്ളിൽ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തോറ്റുന്നാണ് നിങ്ങൾ വിചാരിക്കുക. നിങ്ങൾ സമ്മതിച്ചു, ഞാൻ ഐ ഫെയിൽഡ് ഇൻ ദാറ്റ്. Is that correct? ആ ഫെയിലിംഗ് സക്സസ് തീരുമാനിക്കുന്നത് ഈ ഫൈനൽ പോയിന്റിലാണ്. ശരിയല്ലേ? അതായത് ഇവിടെ 100 മീറ്റർ, അതായത് 60 സെക്കൻഡ് ഉള്ളിൽ തീർക്കാന്നുള്ള രണ്ട് സംഭവം നടക്കല് ഓടിയതിനു ശേഷമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഓടിയതിനു ശേഷമല്ലേ നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. റഷീദ് മനസ്സിലായി? ഓടിയതിനു ശേഷമല്ലേ നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും ഞാൻ വിജയിച്ചിക്കണോ ഇല്ല എന്നുള്ളത്. റഷീദ് ഇല്ലേ അവിടെ? എത്ര പേർക്ക് മനസ്സിലായി റഷീദ് ചോദിച്ച ചോദ്യം? അത് ഞാൻ തോറ്റിക്കണോ വിജയിച്ചിക്കണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഗോൾ സെറ്റ് അത് ചെയ്തതിനു ശേഷം നമുക്ക് അറിയാൻ പറ്റുമോ നമ്മൾ വിജയിച്ചിക്കണോ ഇല്ല എന്നുള്ളത്. Am I right? How many of you got it? Say I got it. IGI. If you got it, say IGI. ഒരു മിനിറ്റ്. Okay. I sorry, ഞാൻ on the roadside. Sorry. Okay, make sure that you drive carefully. You're in Dubai or Dubai or Sharjah. Where are you now? No, we are on the top of a mountain. My goodness. Okay, right. Be careful. Yeah. Okay. അപ്പൊ ഇത് മനസ്സിലായോ? അതായത് നമ്മൾ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റുള്ളൂ വിജയിച്ചിക്കണോ ഇല്ല എന്നുള്ളത്. You are with me, Rashid? Yes. ഓക്കെ, അതേപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു 20 കിലോ കുറക്ക 2 മാസം കൊണ്ടുവന്നത്. അപ്പൊ നിങ്ങൾ 2 മാസം വരെ വെയിറ്റ് ചെയ്യണം. Am I right? Yeah. 2 മാസം വരെ വെയിറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് 20 കിലോ കുറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയും എനിക്ക് അത് സാധിച്ചില്ല എന്ന് പറഞ്ഞു. Am I right? Yeah. ഇനിയുള്ള നിങ്ങളുടെ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ തരാൻ പോണു. ഗ്രോത്ത് സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ അതിനുവേണ്ടി കാത്തിക്കേണ്ട ആവശ്യമില്ല. എത്ര പേർക്ക് മനസ്സിലായി? ഗ്രോത്ത് സെറ്റിംഗ് വെച്ചാല് ഇന്ന് നാളെ ഓക്കെ എനിക്ക് 20 കിലോ കുറയണമെന്നുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ 1 മണിക്കൂർ എനിക്ക് നടക്കണം. മനസ്സിലായോ? ഞാൻ കുറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ ആ 1 പ്രാവശ്യം മാത്രം ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. ഞാൻ ഒരു 10 കിലോമീറ്റർ നടന്ന് വിചാരിക്കുക. അതിനാണ് നമ്മൾ ഗ്രോത്ത് എന്ന് പറയുന്നത്. How many of you got it? നമ്മൾ അച്ചീവ് ചെയ്തിട്ടില്ല. റഷീദ് മനസ്സിലായോ? അച്ചീവ് ചെയ്തിട്ടില്ല. പക്ഷെ ആ യാത്ര ഉണ്ടല്ലോ, ആ ജേർണി ഉണ്ടല്ലോ, ആ ജേർണി എൻജോയ്, എക്സാക്ട്ലി ആ പ്രോസസ് എൻജോയ് ചെയ്യണം. അതാണ് ഇതിന്റെ പ്രത്യേകത. ഈ പ്രോസസ്സിൽ നിങ്ങൾ 20 കിലോ കുറക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഡെയിലി 10 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ കുറയുന്നുള്ള നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ആ 10 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് സന്തോഷം ഉണ്ടാവില്ലേ? അതെ ഉണ്ടാവും.
ആ 20 കിലോ കുറഞ്ഞില്ല എന്നല്ല പ്രശ്നം. ഇത് 10 കിലോമീറ്റർ കുറഞ്ഞ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവില്ല. എത്ര പേർക്ക് സന്തോഷം ഉണ്ടാവും? ടൈപ്പ് ചെയ്യാം. അവിടെ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണം. അവിടെ നമ്മളൊക്കെ ജീവിതത്തിൽ സെലിബ്രേറ്റ് ചെയ്ത് നമ്മള് ഈ ഗോള് സെറ്റ് ചെയ്തിട്ട് ആ ഗോള് സെറ്റ് ചെയ്ത് ആ നിമിഷം വരെ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യണം. സന്തോഷിക്കില്ല. എനിക്ക് സന്തോഷം, നമ്മള് ചില കാര്യങ്ങൾ പല സന്തോഷം ഇങ്ങനെ നമ്മള് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോ ഈ പ്രോസസ്സ് നമ്മളിങ്ങനെ ആ പ്രോസസ്സ് എൻജോയ് ചെയ്യുന്നു. ആ പ്രോസസ്സ് എൻജോയ് ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് പലതും ഇടയ്ക്ക് നമുക്ക് ചില അപ്ഡേഷൻ, ചില ഇംപ്രൂവ്മെന്റ്സ് ആ പ്രോസസ്സിൽ വരുത്താനുള്ള ഒരു എന്തല്ല ആക്ഷൻസ് ആർ ഹാപ്പനിങ്. പക്ഷെ സ്റ്റിൽ പുതിയ റിസോഴ്സസ് കിട്ടുമ്പോൾ, പുതിയ നമ്മൾക്ക് ഇൻസൈറ്റ്സ് കിട്ടുമ്പോൾ നമ്മളത് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. അബ്സല്യൂട്ട്ലി ഒരുപാട് ഇൻസൈറ്റ്സ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഈ 10 കിലോമീറ്ററിന് പകരം ചിലപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും ആയിട്ട് മാറ്റിയിട്ടുണ്ടാവും. കാരണം യു എൻജോയിങ് ദ പ്രോസസ്. അവിടെയാണ് ജീവിതത്തിന്റെ ഭംഗി വരുന്നത്, അല്ലാതെ ഗോൾ അല്ല. ഇനി നിങ്ങൾ വിചാരിക്കുക 2 മാസത്തിന് ശേഷം നിങ്ങൾ വെയിങ് മെഷീനിൽ പോയി നിന്നിട്ട് നിങ്ങൾ ലെറ്റ്സ് സേ 16 കിലോ കുറഞ്ഞിട്ടുള്ളൂ വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. കാരണം നിങ്ങൾ ഈ 2 മാസം നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ട്, നടത്താൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെ ലൈഫ് സൈക്കിളായി മാറി, നിങ്ങളൊരു ലൈഫ് സ്റ്റൈലായി മാറി. അതല്ല നിങ്ങൾ ഗോൾ 20 കിലോ എന്ന് വെച്ചാൽ ഗോൾ ആ സെറ്റ് വെച്ചാൽ ആ 2 മാസത്തിന് ശേഷം പിന്നെ നിങ്ങൾ നിർത്തും, ചെയ്യില്ല. നിങ്ങൾ എന്താ വെച്ചാൽ ഈ ഒരു പ്രോസസ്സിനെ അതിനെ ഒരു ഹാബിറ്റ് ആക്കി മാറ്റി, ദാറ്റ് ബിക്കംസ് യുവർ ലൈഫ് സ്റ്റൈൽ. ദാറ്റ്സ് കോൾഡ് ഗ്രോത്ത് സെറ്റിംഗ്. And that is what we have to emphasize on, not on the goal. Goal is important. I don't say goal is not important. Goal is important. However, more than goal, it is a growth that you have to enjoy each and every step that you take in the process towards your goal and after your goal. ഗോൾ ആണെങ്കിൽ അവിടെ നിന്നു, പക്ഷെ ഗ്രോത്ത് ആണെങ്കിൽ അത് ഗോള് വരെ പോകുന്നുണ്ട്, ഗോളിന് ശേഷവും പോകുന്നുണ്ട്. ബിക്കോസ് ആഫ്റ്റർ ദ ഗോൾ നിങ്ങൾ ജീവിക്കണ്ടേ. Am I right, Rashid? Yeah. ഗ്രോത്ത് നമ്മൾ റിവ്യൂ ചെയ്യണ്ടേ? സോറി, ഗ്രോത്ത് റിവ്യൂ ചെയ്യണ്ടേ? ഗ്രോത്ത് ഇത് ഗ്രോത്ത് വെച്ചാൽ ഞാൻ ഇത് എക്സാമ്പിൾ പറഞ്ഞല്ലോ, 10 കിലോമീറ്റേഴ്സ് നടക്കുന്നത്, അത് ഗ്രോത്ത് ആണ്. That is, you're not reviewing that whether you achieve, you have said something and you're moving with the flow. Growth is always it's an emotion. Yeah. Whereas your goal is stagnant there, it's stopped there. The goal does not move, the goal is there, but the growth is on a daily process. That's called the growth. Yeah. You got Thank me? you. Yeah, got it. ഞാൻ ഈ സെൻസിയുടെ ഗ്രോത്ത് സെറ്റിംഗ് ചെയ്തില്ല, സെൻസി എന്ന ടീച്ചറല്ലേ. അപ്പൊ അതിനുശേഷം എനിക്ക് ഈ ഒരു ഷിഫ്റ്റിംഗ് എന്റെ തോട്ട് പ്രോസസ്സിലാണ് ഷിഫ്റ്റിംഗ് വന്നത്. ഒരുപാട് പേർക്ക് മാറ്റങ്ങൾ വന്ന ഒരു കോഴ്സാണ് അത്, ഗ്രോത്ത് സെറ്റിംഗ്. അത് ഞാൻ ഇപ്പൊ പുതിയ വേർഷനായിട്ട് വരുന്നത്. ഇന്നലെ ആരും ജോയിൻ ചെയ്യുന്നപ്പോൾ ഞാൻ അനീഷിനോട് പറഞ്ഞു, ഡോണ്ട് പബ്ലിഷ് ദാറ്റ്. ഞാൻ ലൈവായിട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ വരാം. So I'm going to do, it may be not one day, it would be like 2 days program I'm going to do, which would be live. ഞാൻ ഇങ്ങനെ ക്ലാസ് എടുത്തിട്ട് ഞാൻ ലൈവ് ആയിട്ട് എടുക്കാനുള്ള പ്ലാൻ ഉണ്ട്. So dates are not fixed. ഇന്നലെ വന്ന തോട്ട് ആണ്. It's a very, very good program. It's an amazing program. I've seen people, ഒരുപാട് കേസ് ഉണ്ട്. ഒരാഴ്ച കൊണ്ട് എനിക്കറിയാം, ഞാൻ എടുത്തിട്ട് ഒരാഴ്ച കൊണ്ട് ജനങ്ങൾക്ക് വന്നിരുന്ന ചേഞ്ചസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. So I strongly believe in that program. കാരണം ഞാൻ അതിനകത്ത് എടുത്ത ഡിഫൈൻ ചെയ്ത സംഭവങ്ങൾ ഇങ്ങനെ is happening now. Very good. Sometimes it takes time, sometimes it happens all of a sudden. Thank you so much. You're most welcome. You're most welcome. Next caller, please. Hi, sir. We've got 8 minutes more. Who's the next caller? Vinita Binoy. Hi, Vinita. How are you doing? Is Binoy there? Yes, he's He is playing hide and seek. Tell me, Vinita. How are you doing? I'm fine, sir. Good. Yes. What's your question, Vinita? Sir, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ആണ്. ഞാൻ എന്നും നേരത്തെ എഴുന്നേക്കണം എന്ന് എപ്പോഴും പ്ലാൻ ചെയ്യുന്നതാണ്. അപ്പൊ എനിക്ക് എപ്പോഴായാലും ആ 6 എത്തുന്നവരെ ഞാൻ ഉണർന്നാലും വീണ്ടും ആ 6-ലേ ഞാൻ എഴുന്നേക്കുള്ളൂ. അത് എത്ര പ്ലാനും എത്ര അലാംസ് വെച്ചാലും ഇപ്പൊ ഇങ്ങനെയാണ് പോകുന്നത്. ഒന്നുകൂടി പറയാം. നേരത്തെ എണീക്കാനുള്ള സോറി, അവിടെ കട്ടായി പോയി. ഞാനൊരു 5 o'clock അല്ലെങ്കിൽ 4:30 തൊട്ട് അലാം വെക്കും. പക്ഷെ ഞാൻ 6 o'clock എഴുന്നേക്കുന്നുള്ളു. അത് എത്ര അലാംസ് വെച്ചാലും എന്റെ ഹസ്ബൻഡ് 4 o'clock എഴുന്നേക്കും. ഞാൻ എത്ര ബെറ്റ് വെച്ചാലും എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. അത് എനിക്ക് എന്റെ ഒരു പർട്ടിക്കുലർ ടൈം വെക്കുന്ന ടൈമിൽ എഴുന്നേക്കണം. അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വെരി ഗുഡ്. ഞാൻ എപ്പോഴും ആ 6-ലോട്ടാണ് പോകുന്നത്. ഉണർന്ന് കിടന്നാലും 6-ന്റെ അലാം എത്തുമ്പോഴേ ഞാൻ എഴുന്നേക്കുന്നുള്ളൂ. ആ ഒരു ഹാബിറ്റ് എനിക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ട്. അപ്പൊ അതിന് സാറിന് എന്താണ് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? വെരി ഗുഡ്. എത്ര മണിക്ക് കിടക്കില്ല നിങ്ങള്? അത് ലേറ്റ് ആണ്.
അപ്പൊ ഒരു ഇഷ്യൂ ഇപ്പൊ തന്നെ മനസ്സിലായി. Yes, sir. ഓക്കെ, ഒരു ഇഷ്യൂ ഇപ്പൊ തന്നെ മനസ്സിലായി. കാരണം ഇഫ് യു വോണ്ട് ടു വേക്കപ്പ് 4:30 വേക്കപ്പ് ചെയ്യുന്ന ആളുണ്ടെങ്കിൽ ചുരുങ്ങി കുറച്ച് നേരത്തെ കിടക്കണം. റൈറ്റ്? ഞാൻ 12 മണിക്ക് എടുക്കുന്ന വ്യക്തിയാണ്, പക്ഷെ ഞാൻ 4 മണിക്ക് എണീറ്റിട്ടോ. അത് കറക്റ്റ് 4 മണിക്കൂർ ഞാൻ കിടന്ന് ഉറങ്ങുള്ളൂ. കറക്റ്റ് 12 മണിക്ക് കൊടുക്കും, കറക്റ്റ് 4 മണിക്ക് എണീക്കും ചെയ്യും. അതിൽ ഒരു ഇതുമില്ല, ഒരു അലാം, ജസ്റ്റ് വൺ ഐം ഔട്ട്. അത് ഞാൻ അങ്ങനെ ഡിസൈൻ ചെയ്യാനുള്ള കാരണം വെച്ചാൽ ഞാൻ രാവിലെ പകല് കിടന്നുറങ്ങും. മനസ്സിലായി? ചുരുങ്ങിയ ഒരു 8 മണിക്കൂർ ഉറക്കമാണെന്നുള്ളത്. അപ്പൊ ഞാൻ അത് ബ്രേക്ക് ചെയ്തിട്ട് ഞാൻ ഒരു രാവിലെ 10 മണിക്ക് ശേഷം ഞാൻ നന്നായി കിടന്നുറങ്ങും. ഉച്ചക്ക് കാരണം ഞാൻ ഓഫീസൊന്നുമില്ല, ഇറ്റ്സ് മൈ ഓൺ ബിസിനസ്, സോ ഐ സ്ലീപ് അറ്റ് ദാറ്റ് ടൈം, സോ ഐ ക്യാച്ച് അപ്പ് ദ സ്ലീപ്. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് നേരത്തെ കിടക്കാൻ പറ്റും എന്നുള്ളത് യു ഹാവ് ടു ആസ്ക്. വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് ഈസ് ഡിലേയിങ് യു? എന്തൊക്കെയാണ് നിങ്ങൾ ഡിലേ ചെയ്യുന്നത്? രാത്രി TV വാച്ച് ചെയ്യുക, അല്ലെങ്കിൽ യൂട്യൂബ് വാച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഈസ് ദർ സംതിങ് യുവർ പ്രോഗ്രാംസ് ഓർ സംതിങ്? അത് നിങ്ങൾ നോക്കുക. ക്യാൻ യു അഡ്ജസ്റ്റ് ദാറ്റ് ആൻഡ് ഗോ ടു ബെഡ് ബിറ്റ് ഏർലി ഫോർ ദ പർപ്പസ് ഓഫ് ഗെറ്റിംഗ് അപ്പ് ഏർലി? Okay, sir. That's number one. ഞാനും എന്റെ കിഡ്സ് ഒരുമിച്ചാണ് കിടക്കുന്നത്. എനിക്ക് തോന്നുന്നു കിഡ്സിന്റെ കൂടെ ഉള്ള ഒരു ടൈം സ്പെൻഡ് ചെയ്ത് അതുകൊണ്ടായിരിക്കും ഞാൻ ലേറ്റ് ആവുന്നത്. അപ്പൊ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക. കുറച്ച് നേരത്തെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ്സ് വൺ തിങ്. നമ്പർ 2, നിങ്ങൾക്ക് 4:30 എണീക്കാനുള്ള കാരണം എന്താണ്? ലെറ്റ്സ് നോ ദ പർപ്പസ് ബിഹൈൻഡ്. വൈ ഡു യു വാണ്ട് ടു വേക്ക് അപ്പ് അറ്റ് 4:30? ഗിവ് മീ 3 reasons why you want to wake up at 4:30. Then that's ഞാൻ പ്ലാൻ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ അങ്ങ് മീൻസ് ചെയ്യാൻ പറ്റുന്നില്ല. കുറെ കാര്യങ്ങൾ ടൈമിനുള്ളിൽ തീർക്കണമെന്ന് പറയുന്നത് ഞാൻ എത്ര സ്പീഡിൽ പിന്നെ ചെയ്താലും അതെനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതെന്റെ ആ ഒരു ബാക്കി വരുന്ന ഒരു ഡേയിലെ ആക്ടിവിറ്റീസിനെ ബാധിക്കുന്നുണ്ട്. അത് ഞാൻ അറിയുന്നുണ്ട്, പക്ഷെ എനിക്ക് ഈ ഒരു ഹാബിറ്റ് എത്താൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സാറിനോട് അത് ചോദിച്ചത്. നിങ്ങൾക്കറിയാം, ഒരു ദിവസം 1 മണിക്കൂർ നേരത്തെ എഴുന്നേൽക്കണ ഒരു വ്യക്തിക്ക് ഒരു വർഷത്തിനുള്ളിൽ 2 മാസമാണ് കിട്ടുന്നത് എക്സ്ട്രാ. അതറിയോ? ഒന്നുകൂടെ ഞാൻ പറയാം. ഒരു വ്യക്തി ഒരു 8 മണിക്ക് ഒരു 7 മണിക്ക് എഴുന്നേൽക്കുന്ന വ്യക്തി 6 മണിക്ക് എണീറ്റിട്ട് അയാൾ ചെയ്യേണ്ട ജോലിയൊക്കെ ചെയ്യുകയാണെങ്കിൽ, പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുകയാണെങ്കിൽ, 1 മണിക്കൂർ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എക്സ്ട്രാ 2 മാസമാണ് ഒരു വർഷത്തിൽ കിട്ടുന്നത്. So it's so important. Yes. Okay, so അത് മനസ്സിലാക്കുക. So let me do this thing. So നിങ്ങൾക്ക് ചെയ്യാൻ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്, പക്ഷെ you are not able to do that. അതല്ലേ പ്ലാനിങ് ഉണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല. Is that right? Yes, sir. Okay. Yes. Okay. അത് നിങ്ങൾ ഇനിയൊരു സ്വഭാവം ഉള്ളത് വെച്ചാൽ, നിങ്ങൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉറക്കം വീണ്ടും വരും. Yes, sir. അതായത് നിങ്ങൾ ഒക്കെ അലാം സ്വിച്ച് ഓഫ് ചെയ്ത് വിചാരിക്കുക. അലാം സ്വിച്ച് ഓഫ് ചെയ്ത് പിന്നെ വീണ്ടും പോയി കിടക്കുന്ന ചോദിക്കണത്. കിടക്കാറുണ്ട് സർ, ഫ്രാങ്ക് ആയിട്ട് പറയാണ്. ഓക്കെ, റൈറ്റ്. അപ്പൊ നിങ്ങൾ നേരത്തെ എണീറ്റ് വിചാരിക്കുക. നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ ഓൺ എ ഡെയിലി ബേസിസ് എന്തായിരിക്കും നിങ്ങളുടെ ആദ്യത്തെ ടാർഗറ്റ്? എന്തായിരിക്കും? എന്താണ് അച്ചീവ് ചെയ്യേണ്ടത് നിങ്ങൾക്ക്? ഓൺ എ ഡെയിലി ബേസിസ് ആണെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ ആദ്യത്തെ 1 മണിക്കൂർ അച്ചീവ് ചെയ്യേണ്ടത്? ഇപ്പൊ അച്ചീവ് ചെയ്യാത്തതും കുറച്ച് ഡിലേ വരുന്നതും അച്ചീവ് ശരിക്കും ചെയ്യേണ്ട എന്താണ് നിങ്ങളുടെ ഗോള് ഓൺ എ ഡെയിലി ബേസിസ്? ശരിക്കും എന്റെ ഹസ്ബൻഡിന് 7 o'clock ലീവ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ 6 എഴുന്നേക്കുന്നത്. പിന്നെ ഉള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് മേക്കിംഗ്, പിന്നെ കിഡ്സിനെ എഴുന്നേൽപ്പിക്കുക. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 7 o'clock ബിനോയ് 7 o'clock ഓഫീസിൽ പോകണം, ചില 6 o'clock എണീറ്റാ പോരെ? You need to understand this very clearly. പക്ഷെ എനിക്ക് അത് മാത്രമല്ല സാർ, എനിക്ക് നേരത്തെ എഴുന്നേക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. നേരത്തെ അതാ ഞാൻ ചോദിച്ചത്. നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? അതാ ഞാൻ ചോദിച്ചത്. ഇത് ഇപ്പൊ 7 o'clock ബിനോയിന് പോണത് ദാറ്റ്സ് റൊട്ടീൻ ആയിട്ട്. നിങ്ങൾ ഇപ്പൊ 6 o'clock എണീറ്റുള്ളത് നടക്കുന്നുണ്ട്. am I right? Yes, sir. Okay, 4 o'clock എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ഡിഫറെന്റ്ലി ആയിട്ട് എന്താ ചെയ്യാ? എനിക്ക് എന്റെ വെയിറ്റ് കൂടിയിട്ടുണ്ട്, അപ്പൊ എനിക്കൊരു എക്സർസൈസ് ചെയ്യണമെന്ന്. വെരി ഗുഡ്. വെയിറ്റ് കുറക്കണം താല്പര്യമുണ്ടോ? ശരിക്കും താല്പര്യമുണ്ടോ? അത് ഓവർ വെയിറ്റ് ആയി, എനിക്ക് അത് മാറ്റിയേ പറ്റൂ. ഇനിയിപ്പം അതെന്റെ ബിസിനസിനെ ബാധിക്കുന്നുണ്ട്. BMI നിങ്ങൾ 25 ആണെങ്കിൽ നിങ്ങളെ ഹൈറ്റ് എത്രയാ സെന്റിമീറ്ററില്? ഞാനത് നോക്ക ഒന്ന് നോക്കിയാ ബിനായി നോക്കിയാ മതി. ലെറ്റ്സ് സേ ഒരു 175 വിചാരിക്കാം. ജസ്റ്റ് എക്സാമ്പിൾ. ഓക്കെ, 175 ആണെങ്കിൽ ആ 100 എന്നുള്ള കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 75 ആയിരിക്കും നിങ്ങളെ ഹൈറ്റ്. സോറി, നിങ്ങളെ വെയിറ്റ് ഉണ്ടാവേണ്ടത്. അതിന്റെ മേലെ എന്താണെങ്കിലും അത് ഇറ്റ്സ് ഓവർ വെയിറ്റ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ത്യ ഞാൻ 188 സെന്റിമീറ്റർ ഞാൻ. ഓക്കെ, അപ്പൊ 188 ഈ 1 എന്നുള്ള നമ്പർ ഞാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ വെയിറ്റ് 88 കിലോസ് മാത്രമേ പാടുള്ളൂ. You got me? Okay. Are you ready to take a challenge?
Are you ready to take a challenge? Yes, sir. I am ready. Okay. I'm ready. I will Okay. ready. Okay. എന്താ എക്സസൈസ് നിങ്ങൾ ചെയ്യല്? ഞാൻ ശരിക്കും യൂട്യൂബിലായിരുന്നു ഞാൻ ഫോളോ ചെയ്തിരുന്നത്. യൂട്യൂബ്. ഓക്കെ, ഞാൻ ഒരു എക്സസൈസ് പറഞ്ഞ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് ആണ്. ഡെഫിനറ്റ്ലി അത് കുറയാൻ ചാൻസ് ഉണ്ട്. അനീഷ് ഉണ്ടോ ഇവിടെ? അനീഷ് ഇപ്പൊ ഉണ്ടോ? അല്ല പോയോ? ഓക്കെ, അത് ഞാൻ ഞാൻ ചെയ്തൊരു വീഡിയോ ഉണ്ട്. നിങ്ങൾക്ക് വെറും ടോട്ടൽ ആയിട്ട് എക്സസൈസ് ചെയ്യണമെങ്കിൽ തന്നെ 23 മിനിറ്റ് എടുക്കുള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് എക്സസൈസ് ചെയ്യണമെങ്കിൽ 23 മിനിറ്റ് എടുക്കുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അടുത്ത ഒരു 2 ആഴ്ച വരെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം 10 മിനിറ്റ് എടുക്കുള്ളൂ. ചെയ്യാൻ പറ്റുമോ? 10 മിനിറ്റ് ചെയ്താൽ മതി. ചെയ്യാൻ പറ്റുമോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസാ. നിങ്ങൾക്ക് ഒരു യോഗ മാറ്റ് മാത്രം വേണ്ടുള്ളൂ, വേറെ ഒന്നും വേണ്ട. ഓടല്, ചാടല്, സ്കിപ്പിംഗ് ഒന്നും വേണ്ട. പക്ഷെ നിങ്ങൾക്കുള്ള കാർഡിയാക്കുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാ നിങ്ങൾ സ്കിപ്പിങ്ങിനും റണ്ണിങ്ങിനും ജോഗിങ്ങിനും കിട്ടുന്ന എല്ലാം നിങ്ങൾക്ക് അതിൽ കിട്ടും എക്സസൈസ്. ആർ യു ഓക്കെ വിത്ത് ദാറ്റ്? ഞാനാണെങ്കിൽ ഞാൻ വീഡിയോ അയച്ചു കൊടുത്തോളാം, ബിനോയിന് ഷെയർ ചെയ്തോളാം. അത് ചെയ്യാൻ പറ്റുമോ? ചെയ്യാം സർ. ഓക്കെ, അതിൽ ആദ്യത്തെ എക്സസൈസ് ഉണ്ട്. അതിന് നിങ്ങൾക്ക് മാക്സിമം ഒരു 7 മിനിറ്റ് എടുക്കുള്ളൂ. അത് ഒരാഴ്ച. യെസ്, it's 9 o'clock. Now it's 9 o'clock. Yeah, just give me 5 minutes. Okay, let me finish this one. I'll wrap this, then we'll finish up. Okay, Sensei. Thank you very much. So, അപ്പോൾ ഞാൻ ഇത് പറഞ്ഞ വെച്ചാൽ നിങ്ങൾക്ക് ഒരു എക്സസൈസ് ഉണ്ട്. ഓക്കെ, ഒരു എക്സസൈസ് അത് വരുന്ന ഒരു ആഴ്ച കംപ്ലീറ്റ് ആ ഒരു ഒറ്റ എക്സസൈസ് ചെയ്താൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് ആണ്. ഓക്കെ, ആ എക്സസൈസ് ചെയ്യാൻ നിങ്ങൾക്ക് 5 മിനിറ്റ് മാത്രമേ എടുക്കുള്ളൂ. ചെയ്യാൻ പറ്റുമോ? ചെയ്യാം സർ. ഓക്കെ, അത് ചെയ്തതിന് ശേഷം എനിക്കൊരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് ബിനോയിന്റെ നമ്പറിൽ നിന്ന് അയച്ചാൽ മതി. എക്സസൈസ് ഡൺ എന്നുള്ള ഒരു മെസ്സേജ് എനിക്ക് അയക്കാൻ പറ്റുമോ? പറ്റും സർ. കാരണം നിങ്ങൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഉറക്കം വരില്ല. കാരണം വെച്ചാൽ നിങ്ങൾ ഫ്രഷ് ആയി മാറി. ഓക്കെ, അപ്പൊ പിന്നെ നിങ്ങൾക്ക് ആ ഒരു ടെൻഡൻസി ഗോ ആൻഡ് സ്ലീപ്പ് എന്നുള്ള ടെൻഡൻസി ഉണ്ടാവില്ല. നിങ്ങൾ എക്സസൈസ് ചെയ്തതിന് ശേഷം പിന്നെ എന്താ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആഫ്റ്റർ ദ എക്സസൈസ്? ഇപ്പൊ ബിനോയിന് 6 o'clock നിങ്ങൾ തയ്യാറായാലും ബിനോയ്ക്ക് 7 മണിക്ക് പോകാൻ പറ്റും. അത് കൂടാതെ വേറെ എന്താണ്? ഇപ്പൊ ഈ ഒരു എക്സസൈസിന്റെ അടുത്ത ഒരാഴ്ച വരെ നിങ്ങൾക്ക് മാക്സിമം 10 മിനിറ്റ് മതി. അതിന്റെ അപ്പുറത്തേക്ക് വേണ്ട. അതിനുശേഷം നിങ്ങൾ ഒരു കാര്യം കൂടെ വേറെ എന്താ ചെയ്യാൻ പറ്റുന്നത്? എനിക്ക് ഇങ്ങനെ മോട്ടിവേഷണൽ ആയിട്ടുള്ള റീഡിങ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ എന്റെ കിഡ്സിന്റെ ടൈം ടേബിൾ അവർക്കെല്ലാം റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ്സസ് ആണ്. അപ്പൊ അവർക്ക് വേണ്ടിയുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയിട്ട് അത് അവർ എഴുന്നേക്കുന്ന ടൈം തൊട്ട് അത് അവരെ പഠിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ കുറെ കാര്യങ്ങള് നേരത്തെ എഴുന്നേറ്റാൽ എനിക്ക് ചിട്ടപ്പെടുത്താമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ആ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഒരു ആഴ്ചക്രമാണോ അല്ലെങ്കിൽ ഓരോ ദിവസം നിങ്ങൾ പ്ലാൻ ഔട്ട് ചെയ്യണോ? ഓരോ ദിവസവും എനിക്ക് അത് ഓരോന്നും ഡിഫറെന്റ് ആയിരിക്കും, ന്യൂ ആയിരിക്കും. ഓരോ ദിവസവും ന്യൂ ആയിട്ടുള്ള സബ്ജക്ട്സും ടോപ്പിക്സും. ഓക്കെ, ഗ്രേറ്റ്. അങ്ങനെയാണെങ്കിൽ അതിന് എത്ര മിനിറ്റ് എടുക്കും? അതിന് എന്തായാലും ഏകദേശം ഒരു 1 hour വേണ്ടി വരും. 2 പേരുടെ ഉണ്ട്. ഒരാൾ LKG ആണ് സാർ, ഒരാള് ഗ്രേഡ് 1 ആണ്, ഗ്രേഡ് ഫസ്റ്റ്. ഓക്കെ, ഇപ്പൊ ഈ ഒരു സമയത്ത് എത്ര മണിക്ക് അത് ചെയ്യല് നിങ്ങള്? ഞാൻ എഴുന്നേറ്റ് പിന്നെ ഒരു 10 o'clock ഒക്കെ ആകുമ്പോഴാണ് ചെയ്യാറുള്ളത്. അത് നേരത്തെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഗുണമുണ്ട്, കുട്ടികൾക്കും ഗുണമുണ്ടാവും. അതുകൊണ്ട് നേരത്തെ ചെയ്ത് കഴിഞ്ഞാല് അതെ സാർ, അത് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ നിങ്ങൾ 4 മണിക്ക് ഇന്നേക്കാണെങ്കിൽ എത്ര മണിക്കൂറിന്റെ ഉള്ളിൽ ആ നിങ്ങളെ എക്സസൈസും ഇതും ചെയ്ത് തീർക്കാൻ പറ്റും നിങ്ങൾക്ക്? ബിനായ് പോണേക്കാൾ മുമ്പ് ചെയ്ത് തീർക്കാൻ പറ്റും? എനിക്ക് 4 to 5:30 വരെ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കി ടൈം. വെരി ഗുഡ്. അപ്പോൾ നിങ്ങൾക്ക് ഹാഫ് ആൻ അവർ എക്സ്ട്രാ ഉണ്ട്. Am I right? Yes sir. ഓക്കെ, നിങ്ങൾ 6 o'clock മുമ്പായിട്ട് നാളെ, അതായത് നിങ്ങൾ സൗദിയിലല്ലേ ഇപ്പൊ? അതെ സർ. ഓക്കെ, അവിടുത്തെ 6 o'clock എനിക്ക് അവിടുത്തെ 2.5 hours 3 hours ഡിഫറൻസ് ഇന്ത്യ ആൻഡ് സൗദി? 8:30. അവിടുത്തെ 8:30. 8:30. ഓക്കെ, 8:30 ആകുമ്പോഴേക്കും ബിനോയിന്റെ ഇതിന്ന് ഒരു മെസ്സേജ് അയക്കാൻ പറ്റുമോ? ഓക്കെ, മിഷൻ അക്കംപ്ലിഷ് എന്നുള്ള ഒരു മെസ്സേജ് എനിക്ക് ഡെയിലി അടുത്ത ഒരു മാസത്തേക്ക് അയക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും സർ. എവറി സിംഗിൾ ഡേ. ഒരു ദിവസം നിങ്ങൾ ചെയ്തിട്ടില്ലേ എന്താ നിങ്ങൾക്കുള്ള അതിനുള്ള നിങ്ങൾ എന്ത് നല്ലൊരു കാര്യം, വേറെ എന്താ മറ്റൊരു കാര്യം ചെയ്യാം? നിങ്ങൾ എക്സസൈസ് ചെയ്തില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങൾ പ്ലാൻ ഔട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു ആഴ്ചയില് ഇപ്പൊ എത്ര ദിവസമാണ് പ്ലാനിങ് കുട്ടികൾക്ക്? അവർക്ക് മൺഡേ ടു ഫ്രൈഡേ മതി. മൺഡേ ടു ഫ്രൈഡേ. ഓക്കെ, അപ്പോൾ 2 ദിവസം ഓഫ് ഉണ്ട് വീക്ക്ലി. Am I right? Yes sir. ഓക്കെ, അതേപോലെ ആ വീക്ക്ലി ഓഫ് പ്ലാനിങ് ഓഫ് ചെയ്യുന്ന ദിവസം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പം അത് ചെയ്തില്ലെങ്കിലും നിങ്ങൾ എന്തെങ്കിലും വേറെ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഓൺ ഫ്രൈഡേ സാറ്റർഡേ ഐ ബി ഡൂയിങ് ദിസ് തിങ്, ഇൻസ്റ്റെഡ് ഓഫ് പ്ലാനിങ് ഐ ഡു സംതിങ് എൽസ് എന്നുള്ള മനസ്സിൽ കണ്ടെടുക്കുക. എന്നിട്ട് എവറി ഡേ ആഫ്റ്റർ യുവർ വർക്ക്ഔട്ട്, ഞാൻ പറഞ്ഞ വർക്ക്ഔട്ടിന് മാക്സിമം 10 minutes എടുക്കുള്ളൂ. അത് കൂടാതെ 1 hour യു ആർ ഇൻവെസ്റ്റിംഗ് ഫോർ സംതിങ് എൽസ്. അത് നിങ്ങൾ കുട്ടികൾക്ക് പ്ലാൻ ചെയ്യാത്ത ദിവസം ഏതെങ്കിലും മോട്ടിവേഷൻ വീഡിയോസ് എന്തെങ്കിലും വാച്ച് ചെയ്തിട്ട് അതിന്റെ ഒരു 5 പോയിന്റ് ബിനോയ് ചെയ്യുന്ന പോലെ ഒരു 5 ബുള്ളറ്റ് പോയിന്റ്സ് എനിക്ക് പഠിപ്പിച്ചു തരാം. സെൻസ് ഞാൻ ഇന്നതാണ് ഇന്ന് പഠിച്ചത്. അത് ചെയ്യാൻ പറ്റുമോ വാട്സാപ്പില്? കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് സാർ ഉദ്ദേശിച്ചത്. എന്തായാലും അല്ല, ഞാൻ കുട്ടിയാന്ന് വിചാരിച്ചാൽ മതിയല്ലോ. ഓക്കെ, നിങ്ങൾ എന്താണ് നിങ്ങൾ പഠിക്കുന്നത് അത് എനിക്ക് മെസ്സേജ് ചെയ്യാം. സെൻസ് ഇന്ന് ഞാൻ പഠിച്ചത് ഇന്നത് ചെയ്യാൻ, ഞാനും വിദ്യാർത്ഥിയാണ്. ഓക്കെ, സോ ഐ ക്യാൻ ബി എ ലേണർ. സോ കുട്ടികൾക്ക് പ്ലാനിങ് ചെയ്യാത്ത ദിവസം നിങ്ങൾക്ക് ഒരു വീഡിയോ വാച്ച് ചെയ്തിട്ട് ഒരു 5 പോയിന്റ് ഇന്നായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും സർ, സാറിന് അറിയാവുന്നതായിരിക്കും ഒരു പക്ഷേ. It doesn't matter. My cup is empty. Okay, so അത് ബോധറേ ആവശ്യമില്ല. എനിക്ക് അറിയില്ല എന്നുള്ളത് നോക്കേ വേണ്ട, എനിക്ക് പഠിപ്പിച്ചു തരാം. അതായത് സിമ്പിൾ ആയിട്ട് സിൻസ് ഐ ലേൺ ദിസ് ആ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാലും മതി. ഓക്കെ, അത് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. കണ്ടിന്യൂസ് one month ചെയ്യാൻ പറ്റുമോ? അത് കണ്ടിന്യൂസ് 1 month 2 days അല്ലേ സാർ ഉദ്ദേശിച്ചത്? വർക്കിംഗ് മറ്റുള്ള ഡേയ്സ് ഒഴിഞ്ഞ് ഓഫ് ഡേയ്സ്. Exactly. 2 days motivation, all the other 5 days മക്കളെ പഠിപ്പിച്ചു കൊടുക്കല്, സോറി പ്ലാനിങ് ചെയ്യല്. ചെയ്യാം സർ. ഓക്കെ, പ്ലാൻ ചെയ്തതിനു ശേഷം ഇതാണ് നിങ്ങൾ എക്സസൈസും പ്ലാനിങ് ചെയ്താൽ മാത്രമേ നിങ്ങൾ മിഷൻ അക്കംപ്ലിഷ് ചെയ്യണുള്ളൂ. ഓക്കെ സർ, ഓക്കെ, 2 ദിവസം ആഴ്ചയിൽ 2 ദിവസം നിങ്ങൾക്ക് പ്ലാനിങ് ഇല്ല, അതിന്റെ കാരണം എക്സസൈസ് ആൻഡ് വാച്ചിങ് യുവർ മോട്ടിവേഷൻ, അപ്പോൾ നിങ്ങൾ മിഷൻ അക്കംപ്ലിഷ് ചെയ്യണുള്ളൂ. Is that fine? Yes. Fine. Okay. No, it's 9:05. Good. Thank you very much. So, Vinita, I believe that I was able to answer your question. തിരിച്ചു വന്നു. യെസ്, വിനീത, സെൻസേ പറഞ്ഞ ഈ ഒരു സ്ട്രെച്ചിങ് എക്സസൈസ് ഞാനിപ്പോ കഴിഞ്ഞ 3 മാസമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഗ്രോത്ത് സെറ്റ് 1 year കൊണ്ട് 15 കിലോ കുറയ്ക്കുക, അതാണ് എന്റെ ഗ്രോത്ത്. ഞാനിപ്പോ 3 മാസം കൊണ്ട് 7 കിലോ കുറച്ചു, 90 നിന്ന് 83. ഈ ഒരു സ്ട്രെച്ചിങ് എക്സസൈസ് മാത്രം ചെയ്ത് എല്ലാ ദിവസവും. വളരെ ഇൻസ്പയറിംഗ് ആണ് എനിക്ക് അത്. ഞാൻ അയച്ചു തരാം, ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, അനീഷ് ഷെയർ ചെയ്തോളൂ. അനീഷ് 3 അയച്ചു കൊടുക്കരുത്, എക്സസൈസ് നമ്പർ 1 മാത്രം അയച്ചു കൊടുക്കാം. ഒരാഴ്ചക്ക് ശേഷം 2ാമത്തെ എക്സസൈസ് അയച്ചു കൊടുക്കുക, 2ാമത്തെ ആഴ്ചയ്ക്ക് ശേഷം 3ാമത്തെ എക്സസൈസ് അയച്ചു കൊടുക്കുക. 3 കൂടെ ഒരുമിച്ച് അയച്ചു കൊടുക്കണ്ട, ഓരോരോ വീക്ക് ചെയ്യട്ടെ. താങ്ക് യു അനീഷ് മോഹൻ സാർ. എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. സാറിന്റെ കോച്ച് ടു കോച്ച് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ എനിക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന്റെ ഉത്തരം തരാൻ പറ്റിയ ഒരു നല്ലൊരു വ്യക്തി നിങ്ങളെ ഹസ്ബൻഡ് തന്നെയാണ്. അപ്പോ അദ്ദേഹം ഫെയിൽ ആയതാണ്. ഞാൻ എഴുന്നേക്കുന്ന കാര്യത്തില് മാക്സിമം ട്രൈ ചെയ്ത് അവിടെ ഫെയിൽ ആയിട്ടാണ് ഞാൻ സാറിനോട് ചോദിച്ചത്. Okay, you're most welcome. Anish contact you. Anish will help you out with that. Okay, no worries. Okay, we'll be there to help you. Okay, sir. Thank you. Thank you very much. Thanks a lot, all of you, ladies and gentlemen, all the leaders. അടുത്ത വ്യാഴാഴ്ച നമ്മൾ ഇതിലായിരിക്കും പോലെ ക്ലബ് ഹൗസിലായിരിക്കും. മിസ്റ്റേക്സ് ഉണ്ടാവും, അതൊക്കെ മിസ്റ്റേക്സ് ഉണ്ടാവും എന്നുള്ള കണക്ക് കൂട്ടിയിട്ട് തന്നെ തീർച്ചയായിട്ടും വരാം. ഇംഗ്ലീഷ് വേർഷനിൽ സാറ്റർഡേ തീർച്ചയായിട്ടും മലയാളം വേർഷൻ അതിലായിരിക്കും. നിങ്ങൾക്ക് തമ്മിൽ കാണാൻ പറ്റില്ല, തീർച്ചയായും എന്റെ വോയിസ് മാത്രമേ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ. സോ ടേക്ക് കെയർ ഓഫ് യുവർസെൽഫ് ആൻഡ് ഗുഡ് നൈറ്റ്, all of you. Bye, Cincy. Good night. Good night. ഞങ്ങളത് മിസ് ചെയ്യും എന്തായാലും. ദുബായിലവർക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ക്ലബ് ഹൗസ്. അത് നമ്മൾ കുറച്ചു പേരേ ഉള്ളൂ. അതെയാ, we'll see. എല്ലാത്തിനും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവും. We'll find out. Okay, because recordings available ആവില്ലല്ലോ. അതൊക്കെ ചെയ്യാം, എന്തെങ്കിലും മാർഗം ഉണ്ടാവും. Okay, don't worry about it. ക്ലബ് ഹൗസ് ഒഫീഷ്യലി ഓപ്പൺ അല്ല. അതെയാ, ഓക്കെ. പക്ഷെ ക്ലബ് ഹൗസ് ദുബായിന്ന് ഒരുപാട് ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ടല്ലോ എന്റെ പ്രോഗ്രാമിന്. VPN ഉണ്ടാവല്ലോ, VPN യൂസ് ചെയ്തോളൂ. Okay, VPN is simple. VPN, you can use VPN for sure. Right? Since that is not legal here, that's why. Is it? Okay, let me check. Let me see whether there's any other way options. Okay, there's always an option. Right. Take care of yourself and good night, all of you. Good night. Bye, leaders. Good night. Bye.